ഓക്കെ, HRIs എലമെന്റ്സും HRIs ഫീൽഡ്സും നമ്മൾ എന്താന്ന് കണ്ടായിരുന്നു. നത്തിങ് ബട്ട് ഉം. HRIs എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണുന്ന സക്സഷൻ ഡാറ്റ പോർട്ട്ലെറ്റ്സ്, അതായത് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോർട്ട്ലെറ്റ്സിനെയാണ് HRIs എലമെന്റ് ആയിട്ട് നമ്മൾ ഈ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ടൂളിൽ കാണുന്നത്. ഓരോ HRIs എലമെന്റും, അതായത് ഓരോ പോർട്ട്ലെറ്റിൽ കാണുന്ന ഫീൽഡും ബാക്ക് എൻഡിൽ HRIs ഫീൽഡ് ആയിരിക്കും. ഇപ്പൊ സുരാഗ് എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിൽ സുരാഗിന്റെ എലമെന്റ് അകത്തുള്ള ഫീൽഡ്സ് ആയിരിക്കും. ഫ്രണ്ട് എൻഡിൽ സുരാഗ് എന്ന് പോർട്ട്ലെറ്റ് ആയിട്ട് കാണുന്നതും ആ പോർട്ട്ലെറ്റിനകത്തുള്ള ഫീൽഡ്സ്. ഈ ഹോം അഡ്രസ്സിന്റെ ഫീൽഡ് പോട്ടെ, കോണ്ടാക്ട് ഇൻഫോർമേഷനിലെ ഫീൽഡ്, അത് തന്നെയാണ് മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ. കാരണം മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ഈ സക്സഷൻ ഡാറ്റയുമായിട്ടുള്ള മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. ഇവിടെ ഇപ്പോ ഈ കോണ്ടാക്ട് ഇൻഫോർമേഷൻ ആക്ച്വലി ഇമെയിലും മൊബൈലും അല്ലേ കിടക്കുന്നത്. റിഫ്രഷ് ആവട്ടെ. ഈ ഇമെയിൽ ഇൻഫോ ഉണ്ടോ? ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇമെയിൽ ഇൻഫോ. ഇമെയിലുള്ള കുറച്ച് ഇൻഫോസും പിന്നെ ഫോൺ ഇൻഫോ ഉണ്ട്. ഫോണിൽ ഇൻഫോയും കൂടെ കമ്പൈൻ ചെയ്താൽ വന്നിരിക്കും. ചിലത് കമ്പൈൻഡ് ആയിരിക്കും, ചിലത് ഇൻഡിവിജ്വൽ ആയിരിക്കും. ബട്ട് കമ്പൈൻഡ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിലും ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആണ്, നമ്മൾ കൊണ്ടുവന്നതല്ല. ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സക്സസ് ഫാക്ടേഴ്സ് SAP തന്നിരിക്കുന്നതാണ്. സക്സസ് ഫാക്ടേഴ്സിന് തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡിലീറ്റ് ചെയ്യാനും പാടില്ല. SAP ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ചേഞ്ച് കൊണ്ടുവരട്ടെ, അല്ലാതെ ചെയ്യാൻ പാടില്ല. HRIs എലമെന്റിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഓരോ HRIs എലമെന്റ് സെലക്ട് ചെയ്യുമ്പോഴും ഈ HRIs എലമെന്റിന്റെ കോഡാണ് ഐഡന്റിഫയർ ആയിട്ട് കിടക്കുന്നത്, ലേബലാണ് ഇവിടെ കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പേഴ്സണൽ ഇൻഫോ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫോ എന്ന് പറഞ്ഞ ബാക്ക് എൻഡിൽ പേഴ്സണൽ ഇൻഫോ ഒരുമിച്ച് എഴുതിയിരിക്കുന്നു, ലേബൽ പേഴ്സണൽ ഇൻഫോർമേഷൻ. ആ ലേബലാണ് ഇതാ ഇവിടെ വന്നിരിക്കുന്നത്, പേഴ്സണൽ ഇൻഫോർമേഷൻ. ഇനി അതിനകത്തുള്ള ഫീൽഡ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലുട്ടേഷൻ. നോക്കിക്കേ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സാലുട്ടേഷൻ. ഈ ലേബലാണ് ഫ്രണ്ട് എൻഡിൽ കാണുന്നത്, ബാക്ക് എൻഡിൽ ആ ഫീൽഡുകളുടെ കോഡ്. ഐഡന്റിഫയർ എന്നോ കോഡെന്നോ എക്സ്റ്റേണൽ കോഡെന്നോ എങ്ങനെ വേണം വിളിക്കാം. സോ എപ്പോഴും നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ ക്യാഷ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ അകത്തല്ലേ കൊണ്ടിടുന്നത്, നമ്മൾ സേവ് ചെയ്യുന്നത്. സോ ബാങ്കിന് പേര് വെച്ചല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, അക്കൗണ്ട് നമ്പർ വെച്ചല്ലേ. അക്കൗണ്ട് നമ്പർ. അപ്പം ബാങ്കിന് അക്കൗണ്ട് നമ്പറാണ് ബാക്ക് എൻഡിൽ അവർക്ക് ഉള്ളത്. ഫ്രണ്ട് എൻഡിൽ നമുക്ക് നമ്മുടെ പേരും ക്യാഷും വരുന്നത് പോലെ ഇത് സ്ക്രീനിന്റെ ബാക്ക് എൻഡ് ടൂളാണ്. ഇവിടെ ഓരോ കാര്യങ്ങളും സേവ് ചെയ്യുന്ന ഓരോ കോഡിലാണ്. ഫ്രണ്ട് എൻഡിൽ അത് വരുന്നു. ഇനി റൈറ്റ് സൈഡിലുള്ള ഡാറ്റ അത് ആ ഫീൽഡിൽ ഫില്ല് ചെയ്യുന്നതാണ്, അത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓരോ കാര്യങ്ങളാണ്. ഐ മീൻ ഈ ഫീൽഡ്, പോർട്ട്ലെറ്റ്, ലേബല് എല്ലാം ആണ്. ഡാറ്റ നമുക്കിട്ടൊരു ബന്ധമില്ല, അതെന്തോ ആകാം, ആരും വേണം കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി HRIs എലമെന്റിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ, പക്ഷെ HRIs ഫീൽഡിൽ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ HRIs ഫീൽഡിൽ നമ്മുടെ ഈ ജോബ്, ഈ പേഴ്സണൽ ഇൻഫോർമേഷൻ്റെ അകത്ത് ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ എന്ന് കൊടുക്കുന്നു. ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ. ഈ ഐഡന്റിഫയേഴ്സിലെ ഫസ്റ്റ് നെയിം എന്ന് കാണുന്നുണ്ടല്ലോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഏകദേശം ഐഡന്റിക്കൽ അല്ലേ എല്ലാം? ഇങ്ങനെ നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ, ഏറ്റവും താഴെ പോവാം, ഒരു ഡ്രോപ്പ് ഡൗണിൽ ഇങ്ങനെ ഈ റിലീജിയൻ ഇങ്ങനെ നമുക്ക് നെയിമിംഗ് കൺവെൻഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റാൻഡേർഡ് ഫീൽഡുകളാണ്. നമുക്ക് എപ്പോ വേണോ ചൂസ് ചെയ്യാം, എപ്പോ വേണോ ഡിലീറ്റ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ കമ്പനിയുടെ ആവശ്യം അനുസരിച്ച് പുതിയതായിട്ടൊരു ഫീൽഡ് കൊണ്ടുവരാൻ പറയുമ്പോൾ ആ ഫീൽഡ് ഇവിടെ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമുക്കിനി ഒരു ഓപ്ഷനേ ഉള്ളൂ, കസ്റ്റം ആയിട്ട് കൊണ്ടുവരും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, സ്റ്റാൻഡേർഡ് കസ്റ്റം. കസ്റ്റം ആയിട്ട് കൊണ്ടുവരും. അപ്പൊ കസ്റ്റം ഫീൽഡ്സ് ആയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്, കസ്റ്റം. ഇനി ഇവിടെ ഇപ്പൊ തൽക്കാലം മെയിൻലി പഠിക്കേണ്ട ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡുകളുടെ ഡാറ്റയുടെ ടൈപ്പ്, എന്ത് തരം ഡാറ്റയാണെന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്.
മെയിൻലി നോക്കേണ്ട ഈ രണ്ടുമാണ് ഇവിടെ, സ്ട്രിങ്ങും ഡേറ്റ്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഡബിൾ എന്നും ഉണ്ട്, ലോങ് എന്നും ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. സോ സ്ട്രിങ്, ഡേറ്റ്, ഡബിൾ, ലോങ്. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഫ്രീ ടെക്സ്റ്റ് ആണ്, ഫ്രീ ടെക്സ്റ്റ് ഫീൽഡ് ആണ്. ഇതിനകത്ത് ആൽഫ ന്യൂമറിക് ആയിട്ട് നമുക്ക് എന്ത് വേണേൽ കൊടുക്കാം. നമ്പേഴ്സ് മാത്രമാണെങ്കിലോ ആൽഫബറ്റിക് മാത്രമാണെങ്കിലോ ഇനി ആൽഫ ന്യൂമറിക് ആണെങ്കിലോ കൊടുക്കാം. ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ഫോർമാറ്റ് ഫീൽഡ് ആണ്. ഓക്കെ, സ്ട്രിങ് എന്ന് പറയുന്നത് ഫ്രീ ടെക്സ്റ്റ് ആണ്, ഡേറ്റ് എന്ന് ഡേറ്റ് ഫോർമാറ്റ് ഫീൽഡ് ആണ്. ഡബിളും ലോങ്ങും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, എനിക്ക് സുരാഗ് എന്നൊരു ഫീൽഡും കെവിൻ എന്നൊരു ഫീൽഡും ആണ് വേണ്ടത്. സുരാഗ് എന്ന് പറയുന്ന ഫീൽഡ് സ്ട്രിങ്ങും കെവിൻ എന്ന് പറഞ്ഞ ഫീൽഡ് ഡേറ്റും ആണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ കസ്റ്റം സ്ട്രിങ് 18ഉം കസ്റ്റം സ്ട്രിങ് 19ഉം എടുത്തു. സ്ട്രിങ് അല്ലേ? അതെ. സ്ട്രിങ് ആവുമ്പോഴേക്കും കസ്റ്റം സ്ട്രിങ്, സ്ട്രിങ് ആകുമ്പോൾ ഫ്രീ ടെക്സ്റ്റ് ആണ്. അപ്പൊ എനിക്കിപ്പോ കെവിൻ്റെ വരുമ്പോ അത് കാരണം നേരത്തെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്, കസ്റ്റം സ്ട്രിങ് 17 ഉപയോഗിച്ചിട്ടുണ്ട്, 12 ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് മാത്രമേ വരത്തുള്ളൂ. അതെ അതെ, ഉപയോഗിക്കാത്തത് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. ഈ കസ്റ്റം സ്ട്രിങ്ങിനെ ഞാൻ സുരാഗ് നിട്ടു, കസ്റ്റം ഡേറ്റിന് ഞാൻ കെവിൻ നിട്ടു. ലേബൽ അല്ലേ ഫ്രണ്ടിൽ വരത്തുള്ളൂ, കോഡ് വരത്തില്ലല്ലോ, വരില്ല. ഇനി ഇവിടെ നോ എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ പോയി മനസ്സിലാവും. ഒന്ന് എനേബിൾ ചെയ്യാം, എനേബിൾ ചെയ്താലല്ലേ ഫ്രണ്ട് എൻഡ് വരുള്ളൂ. ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കഴിഞ്ഞ് 3ാമത് സാലുട്ടേഷൻ അല്ലേ കിടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞല്ലേ സാലുട്ടേഷൻ കിടക്കുന്നത്. പക്ഷേ ഈ സെക്കൻഡ് നെയിമും മിഡിൽ നെയിമും നോ ഇട്ടേക്കുന്നത്, എനേബിൾ അല്ല, ഡിസേബിൾ ആക്കി ഇട്ടേക്കാം. സി, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സാലുട്ടേഷനും എനേബിൾഡ് ആണ്, പക്ഷെ സെക്കൻഡ് ലാസ്റ്റ് നെയിം മിഡിൽ നെയിമും ഡിസേബിൾ ആയതുകൊണ്ട് ഫ്രണ്ട് എൻഡ് വരാത്തത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇത് രണ്ടും ഞാൻ എനേബിൾ ചെയ്തു, എനേബിൾ മാത്രം ചെയ്തോളൂ. ഇത് മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫീൽഡിന് ഇവിടെ റെഡ് സ്റ്റാർ വരത്തില്ലേ, അതായത് മാൻഡേറ്ററി ആയിട്ട് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് ആ മാൻഡേറ്ററി ആണിത്. ഇനി ഞാൻ സേവ് ചെയ്തു. അത് ഓരോ പർട്ടിക്കുലർ കമ്പനി റിക്വയർമെന്റ്സ് അനുസരിച്ചല്ലേ മാൻഡേറ്ററി വേണോ വേണ്ടോ എല്ലാം നമ്മൾ തീരുമാനിക്കുന്നില്ല, ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല, റിക്വയർമെന്റ്സിലുണ്ടാവും. അത്രേ ഉള്ളൂ. അവര് റിക്വയർമെന്റ് തരുമ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും തരത്തില്ല. ഇനി ഇത് ചെറിയ ലെവൽ ഓഫ് കോൺഫിഗറേഷൻ ആണ്, നമ്മളിനി വലുത് കിടക്കുന്നേ ഉള്ളൂ, ഇത് ഏറ്റവും ചെറുതാണ്. ഇപ്പൊ സുരാഗ് കെവിൻ എന്ന് പറഞ്ഞത് കസ്റ്റം സ്ട്രിങ് 18ഉം കസ്റ്റം സ്ട്രിങ് 2 ആയിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ വന്നപ്പോ അത് എത്തിയിട്ടില്ല. ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, ഇവിടെ ഇപ്പൊ സുരാഗും കെവിൻ എന്ന് പറഞ്ഞ ഫീൽഡ് ഇല്ല. ഓക്കെ, ഇത്രയും ഏറ്റവും ലാസ്റ്റല്ലേ ക്രിയേറ്റ് ചെയ്തത്, അവിടെ ഫീൽഡ് ഇല്ല. അത് വരാത്തതിന്റെ റീസൺ ഒരു കാര്യം മനസ്സിലാക്കുക. ഇഫ് യു ആർ ക്രിയേറ്റിംഗ് സംതിങ് ഫ്രം ദ സ്ക്രാച്ച്, based on customization, make sure the permission for visibility should be enabled. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫ്രം ദ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, ഫ്രം ദ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിലും ഓക്കെ, അത് ഫ്രണ്ട് എൻഡിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കണം. നമ്മൾ റോൾ ബേസ്ഡ് പെർമിഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, ആക്ച്വലി റോൾ ബേസ്ഡ് പെർമിഷൻ. ഇത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട്, അതായത് ഒരു 2 ക്ലാസ്സസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, എന്നാലും എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ കമ്പനിയിൽ ഒരു CEO കാണും, ഒരു ഡയറക്ടർ കാണും, ഒരു കുറെ ബിസിനസ് ഡെവലപ്മെന്റ് ടീം കാണും, മാനേജേഴ്സ് ഉണ്ടാവും,
ടീം ലീഡ്സ് ഉണ്ടാവും, HR ഉണ്ടാവും, നോർമൽ എംപ്ലോയീസും ഉണ്ടാവും. ഒരു കമ്പനി ഇത്രയും പേര് കാണത്തില്ലേ? ഈ കാണുന്നതെല്ലാം ഡെസിഗ്നേഷൻ അല്ലേ? ടെക്നിക്കലി സ്പീക്കിംഗ് ഇവരെല്ലാം ആര് തന്നെയാണ് ഈ കമ്പനിയിലെ? എംപ്ലോയീസ്. എല്ലാവരും എംപ്ലോയീസ് തന്നെയാണ്. പക്ഷേ ബേസ്ഡ് ഓൺ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ റോൾ നമ്മൾ വിളിക്കും. ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ റോൾ. ഈ ഡെസിഗ്നേഷനും റോളും അനുസരിച്ച് ഇവർ ഓരോ കാറ്റഗറിയിലും ആൾക്കാരും ഈ സിസ്റ്റം, സക്സസ് ഫാക്ടർ സിസ്റ്റം ലോഗിൻ ചെയ്യുമ്പം ഒരുപോലെ ആയിരിക്കോ? അവര് കാണുന്ന ഡിഫറെന്റ് ആയിരിക്കും. കാണുന്നത് എംപ്ലോയീസിന് ലിമിറ്റേഷൻസ് കാണും. ഇപ്പം ഫങ്ഷണൽ കൺസൾട്ടൻസിനെ കൂടി വിടാം, FC. നമുക്ക് 100% വിസിബിലിറ്റി ആയിരിക്കും. എംപ്ലോയിക്ക് ഒരു 15% കാണത്തുള്ളൂ മൊത്തം സിസ്റ്റത്തിന്റെ. HR-ന് ഒരു 40% കാണും. HR-നും മാനേജറിനും ഒരു 40% കാണും. ടീം ലീഡിന് ഒരു 25% കാണും. ബിസിനസ് ഡെവലപ്മെന്റിന് ഒരു 50% കാണും. ഈ കാറ്റഗറിക്കല്ല. അതായത് ഒരു മുഴുവൻ സിസ്റ്റത്തിന്റെയും 50% വിസിബിലിറ്റി മാത്രമേ, കാരണം ബാക്ക് എൻഡ് അവർ കാണില്ല, ഫ്രണ്ട് എൻഡ് മുഴുവൻ അവർ കാണാൻ പറ്റും ഇത്രയും ടീമിന്. അതായത് ഈ CEO, ഡയറക്ടർ, ബിസിനസ് ഡെവലപ്മെന്റ് ടീമിന് ഫുൾ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരായതുകൊണ്ട് ഫ്രണ്ട് എൻഡ് മുഴുവനും കാണാൻ പറ്റും, ബാക്ക് എൻഡ് പറ്റില്ല. മാനേജേഴ്സിന് ഫ്രണ്ട് എൻഡ് കാണാൻ പറ്റും, ബാക്ക് എൻഡ് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ അവർക്കും അവരുടെ കീഴിലുള്ളവരെ കാണാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു മാനേജർ വേറെ ടീമിലെ ആൾക്കാരെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ടീം ലീഡും, അതുപോലെ തന്നെ HR-ഉം. എംപ്ലോയി അവരവരുടെ സ്വന്തം പ്രൊഫൈൽ അല്ലാതെ മറ്റുള്ളവരെ കാണാൻ പറ്റില്ല. HR-ക്കും അവരുടെ കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ, അവർ അസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. HR-നും സെക്ഷൻ, അവര് ഇപ്പം ഫോർ എക്സാമ്പിൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് HRs ഇല്ലേ, ആ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെ കാണാൻ പറ്റുള്ളൂ. എൻറ്റയർ കമ്പനി അവർക്ക് ആക്സസ് കൊടുക്കില്ല. എൻറ്റയർ കമ്പനി കൊടുക്കില്ല. ഇപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ HR ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം അവർക്ക് അവരുടെ കീഴിലുള്ള ആൾക്കാരുടെ നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റ് HR എന്നും ഡേ ഷിഫ്റ്റ് HR എന്നും ഉണ്ട്. ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കാര്യം മാത്രമേ HR-ന് അറിയേണ്ട ആവശ്യമുള്ളൂ. നൈറ്റ് ഷിഫ്റ്റിൽ അറിയേണ്ട HR വേറെ ആയിരിക്കും. സോ അവർക്കും അങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്, മാനേജറിനെ പോലെ തന്നെ. പക്ഷെ നമ്മൾ ഫങ്ഷണൽ കൺസൾട്ടന്റിന് ഫ്രണ്ട് എൻഡ് മുഴുവനും കാണണം, ബാക്ക് എൻഡ് മുഴുവനും കാണണം. അപ്പം ഇങ്ങനെ ഈ സിസ്റ്റത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ സക്സസ് ഫാക്ടേഴ്സിന്റെ പേരിൽ പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ റോൾ നമ്മൾ പെർമിഷൻ ഡിവൈഡ് ചെയ്യണം. എന്ത് കാണണം, എന്ത് കാണണ്ട. മനസ്സിലായല്ലോ? ഓക്കെ. ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ സുരാഗിനെ പഠിക്കാൻ തന്ന സിസ്റ്റവും ഇപ്പോൾ നമ്മൾ നോക്കുന്ന സിസ്റ്റവും ടെസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ടെസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്. ഒരു കമ്പനിയിൽ മിനിമം 4 സിസ്റ്റം ഉണ്ടായിരിക്കും. ടെസ്റ്റ് ഇൻസ്റ്റൻസ്, ഡെവലപ്മെന്റ് ഇൻസ്റ്റൻസ്, പ്രിവ്യൂ ഇൻസ്റ്റൻസ്, പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷനാണ് ആക്ച്വലി ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എംപ്ലോയി മുതൽ CEO വരെയുള്ളവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. ഫൈനൽ വൺ. നമുക്കൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എടുത്തു ചാടി പ്രൊഡക്ഷനിൽ ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ഷനിൽ അത് ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ഷനിൽ എടുത്തു ചാടി ചെയ്യുന്നത് ഡാറ്റ ചേഞ്ച് മാത്രമാണ്. എന്തെങ്കിലും ഡാറ്റ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എൻഡ് യൂസേഴ്സ് ചെയ്തോളും. നമ്മളല്ലല്ലോ, എൻഡ് യൂസേഴ്സ് അല്ലേ ഇരിക്കുന്നത്. എൻഡ് യൂസേഴ്സ് ചെയ്തോളും അവരുടെ സിസ്റ്റത്തിലേക്ക്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് ബാക്ക് എൻഡിൽ. അപ്പോൾ ഒരു റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളത് ടെസ്റ്റ് ഇൻസ്റ്റൻസിൽ, ഇപ്പം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന സിസ്റ്റം ഒരു സിസ്റ്റത്തിൽ ചെയ്ത്
കറക്റ്റ് ചെയ്ത് നോക്കും വർക്ക് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് വർക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചേഞ്ച് ചെയ്തോ ആ ചേഞ്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന രീതി രണ്ടെണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ മാനുവലി, നമ്മൾ മാനുവലി എന്തൊക്കെ ചെയ്തോ അത് ചെയ്യും, അല്ലെങ്കിൽ ബണ്ടിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഈ കോഴ്സസിൽ പഠിക്കാൻ എന്തായാലും ബണ്ടിൽ ട്രാൻസ്പോർട്ട്. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഈ ഡെവലപ്മെന്റിൽ പോയി കഴിഞ്ഞ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഈ കോൺഫിഗറേഷൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡെമോ കൊടുക്കും ക്ലയന്റിന്. ആ ഡെമോ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് FUT, ഫുൾ ഫോം ഫങ്ഷണൽ യൂണിറ്റ് ടെസ്റ്റിംഗ്. ഞാനിപ്പം സുരാഗിനെ പഠിപ്പിച്ച് കാണിച്ചു തരുന്ന പോലെ തന്നെ, പക്ഷെ ബാക്ക് എൻഡ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അവർക്ക് ഫ്രണ്ട് എൻഡ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ബാക്ക് എൻഡ് അവർക്ക് കണ്ടാലും മനസ്സിലാവില്ലല്ലോ, മനസ്സിലാവില്ല. ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത, അതായത് ഇവിടെ കൊണ്ടുവന്ന ആ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ആ ചേഞ്ചസ് പ്രിവ്യൂ സിസ്റ്റത്തിൽ കൊണ്ടുവരും. പ്രിവ്യൂ സിസ്റ്റത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇതാണ് UAT. UAT എന്ന് പറഞ്ഞാൽ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ ചെയ്തതിനെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അവരുടെ സൈഡിൽ നിന്ന്. അവർ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് യൂസർ അക്സെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവരും ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയാൽ മാത്രം നമുക്ക് ഒരു സൈൻ ഓഫ് കിട്ടും. ഈ സൈൻ ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ആ ചേഞ്ചസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റില്ലല്ലോ, പ്രൊഡക്ഷൻ സിസ്റ്റം അല്ലേ. ഇവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്കൊരു ഡേറ്റ് കിട്ടും. ആ ഡേറ്റിനാണ് ഗോ ലൈവ് എന്ന് പറഞ്ഞ് വരുന്നത്. ഗോ ലൈവ്, ഇത്രാം തീയതി ഗോ ലൈവ് ആണ്, പുതിയൊരു ചേഞ്ച് വരുന്നെന്നും പറഞ്ഞ് അവര് കമ്പനിയിൽ അവർ തന്നെ ഇന്റേണലി അവര് മെസ്സേജ് അയക്കും. പിന്നെ നമുക്ക് വേറെ റോളൊന്നുമില്ല, അത് അവര് തന്നെ പുഷ് ചെയ്ത് അവര് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തോളും. ഇവിടെ വരെ നമ്മൾ പുഷ് ചെയ്യും. ബാക്കി കാരണം ഔട്ട്പുട്ട് ഒക്കെ അവർ കണ്ടു കഴിഞ്ഞു ഇവിടെ ചെയ്യുന്നതല്ല. നമ്മൾ ഇവിടെ വരെ പുഷ് ചെയ്യും, ബാക്കി അവർ വർക്ക് ചെയ്തോളും. കാരണം ഇത്രയും വർക്ക് ചെയ്യുമെങ്കിൽ അവിടെയും വർക്ക് ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. അപ്പോ ചില സമയത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിക്വയർമെന്റ് കിട്ടി. നമ്മളത് 3 മാസത്തെയാണ് പ്രോജക്റ്റ് വന്നത്. 3 മാസം, 3 months. നമ്മൾ ആദ്യത്തെ 15 ദിവസം കൊണ്ട് ഇവിടെ തന്നെ ചെയ്തു. അടുത്ത 15 ദിവസം ഇവിടെയും, അപ്പം 1 മാസമായി. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവന്മാരുടെ ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഡിലേ വരും. അവിടെ ഒരു 2 മാസം, മീൻസ് മൊത്തം ഒരു 2 മാസം എടുക്കും ഇവിടെ അത്രയും. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത് മൂവ് ചെയ്യും. ഈ പ്രൊഡക്ഷനിലോട്ട് ഇത് വന്നെങ്കിലും സപ്പോർട്ടിന് നമ്മൾ വേണ്ടേ, എന്തെങ്കിലും സംഭവിച്ചാലോ. അതാണ് ഈ 3 മാസം ഉദ്ദേശിക്കുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ നടക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ തന്ന റിക്വയർമെന്റ് ടെസ്റ്റ് ചെയ്യും, എല്ലാം ഓക്കെയാണ്, നമ്മൾ ഡെവലപ്മെന്റിൽ കൊണ്ടുവരും. ഡെമോ കാണിക്കുമ്പോഴല്ലേ ഇവന്മാർക്ക് പുതിയ ഐഡിയ കൊണ്ടുവരുന്നത്. ഡെമോ കാണിക്കുമ്പം ഇവന്മാർ കൊണ്ടുവന്ന റിക്വയർമെന്റ് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ വീണ്ടും കുറെ ഐഡിയയും കൊണ്ടുവരും. വീണ്ടും ഒരു ഐഡിയ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഇനി ഇവിടെ ഒന്നുകൂടെ ചെയ്തല്ലേ പറ്റുള്ളൂ. ഒന്നും കൂടെ ഇവിടെ ചെയ്തിട്ട് വീണ്ടും FUTക്ക് വരും. അപ്പൊ ഇവന്മാർ ഓക്കെ പറയും. അപ്പൊ തന്നെ നമുക്ക് ടൈം ലൈൻ തെറ്റിയേ, ടൈം ലൈൻ തെറ്റി. എന്നിട്ട് ഈ ഡെവലപ്മെന്റിൽ നിന്ന് പ്രിവ്യൂലോട്ട് വരുമ്പോഴാണ് ഇവന്മാർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവന്മാർ ടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കുറെ ഐഡിയ കൊണ്ടുവരും. അതായത് നമ്മളുടെ ക്ലയന്റ് അവിടെ ആരായിരിക്കും മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യത്? അതിപ്പോ നമുക്ക് റിക്വയർമെന്റ് തരുന്ന ടെസ്റ്റ് ചെയ്യുന്നത് HRO മാനേജർ ഒക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് റിക്വയർമെന്റ് കൊണ്ടുവരുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് ടീം ആയിരിക്കും. മാനേജ്മെന്റ് ടീമാണ് റിക്വയർമെന്റ് കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു HRO മാനേജറിനൊന്നും റിക്വയർമെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. റിക്വയർമെന്റ് അവരെ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം, അത് അവർ ആ ടെസ്റ്റിംഗ് സമയത്ത് മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ ആ ഏരിയ കാണത്തില്ല. ഈ ഡിസ്കഷൻ സമയത്തോ ഈ FUT സമയത്തോ ഒന്നും അവർ കാണത്തില്ല. ഈ ടെസ്റ്റിംഗ് സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് HR മാനേജറും കാണും, അത്രേ ഉള്ളൂ. അപ്പൊ പ്രിവ്യൂല് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുറെ കാര്യങ്ങൾ അധികം കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഇവന്മാർ വരുന്നത്, HR മാനേജർ. കൂടുതൽ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വരുമ്പം അവർക്ക് അവരുടേതായ കുറെ ഐഡിയാസ് കാണും. ആ ഐഡിയയും കൂടെ വരുമ്പോൾ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡെവലപ്മെന്റ് ഡെമോ കാണിച്ച് വീണ്ടും പ്രിവ്യൂല് കൊണ്ടുവന്ന് ഫൈനലൈസ് ചെയ്ത് പ്രൊഡക്ഷൻ ലൈവിലോട്ട് പോകുമ്പം ഈ 3 മാസത്തെ പ്രോജക്റ്റ് 9 മാസവും.
മനസ്സിലായോ? ഉം. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് എല്ലാം ഡ്രാഗ് ചെയ്ത് പോകുന്നത്. അത് നമ്മുടെ കുഴപ്പം ഓക്കെ. കൊണ്ടല്ല കൂടുതലും. ഇവന്മാർക്ക് ഇതിന്റെ ബാക്ക് എൻഡ് അറിയാത്തുള്ളത് കൊണ്ട് ഉം. ഈ ഫ്രണ്ട് എൻഡിൽ വരുമ്പോൾ ഇവന്മാർക്ക് കുറെ, അപ്പൊ ഇവന്മാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി കഴിയുമ്പം ഓരോരുത്തരും ഒരു ഐഡിയ കൊണ്ടുവരും. ആ ഓക്കെ. ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അത് ഡിലേ ആവുന്നതാണ്. ഡിലേ ആവുന്നതാണ്. പക്ഷെ നമ്മുടെ കമ്പനിക്ക് സന്തോഷമേ ഉള്ളൂ. 3 മാസത്തേക്കാൾ കൂടുതൽ ബില്ലിംഗ് പറ്റില്ലേ 9 മാസം ആകുമ്പോൾ. നമ്മുടെ അത് കുഴപ്പമില്ലല്ലോ. വരും. നമ്മുടെ കുഴപ്പമില്ലാത്തത് കൊണ്ട് ചെയ്തു എന്ന് പറയും. ആരും നോ പറയില്ല. നമ്മുടെ ഓക്കെ. കുഴപ്പമാകുമ്പോഴേ നമുക്ക് പ്രശ്നം വരുന്നുള്ളൂ. യെസ്. അപ്പം ഇത് മനസ്സിലായി. അപ്പോ ടെസ്റ്റ് ഇൻസ്റ്റൻസിലാണ് ആദ്യം നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് ഈ ടെസ്റ്റ് ഇൻസ്റ്റൻസിൽ ഇവർക്ക് ആർക്കെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് പറയുന്ന റോളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ത് ക്രിയേറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ആദ്യം എഫക്ട് ചെയ്യേണ്ടത് ഫങ്ഷണൽ കൺസൾട്ടന്റ് റോളിലാണ്. ഈ ഫങ്ഷണൽ കൺസൾട്ടന്റിനെ സക്സസ് ഫാക്ടേഴ്സിൽ വിളിക്കുന്ന പേരുകളാണ് സ്റ്റാൻഡേർഡ് ടെർമിനോളജി സൂപ്പർ അഡ്മിൻ എന്നാണ്. ഇപ്പൊ ചില സിസ്റ്റത്തിൽ അവർ മാനുവലി സൂപ്പർ യൂസർ എന്നോ സൂപ്പർ അഡ്മിൻ യൂസർ എന്നോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് എഴുതാം. ഓക്കെ. SAP സ്റ്റാൻഡേർഡ് ടെർമിനോളജി സൂപ്പർ അഡ്മിൻ എന്നാണ്. കാരണം ഹയസ്റ്റ് പെർമിഷൻ ഉള്ള അല്ലെങ്കിൽ ആക്സസ് ഉള്ള അഡ്മിൻസിനെയാണ് സൂപ്പർ അഡ്മിൻ എന്ന് പറയുന്നത്. നമ്മൾ ഫങ്ഷണൽ കൺസൾട്ടന്റിനെയാണ് പറയുന്നത്. ഇത് അവർക്ക് എങ്ങനെ വേണോ എഴുതാം. അപ്പൊ ഈ പെർമിഷൻ, റോൾ ബേസ്ഡ് പെർമിഷന്റെ അകത്ത് നോക്കേണ്ട 2 ടൂൾ ഉണ്ട്. അതിൽ 2 ടൂളിൽ ഇപ്പോൾ ഒരു ടൂൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ പഠിക്കാം. ഒന്ന് മാനേജ് പെർമിഷൻ ഗ്രൂപ്പ്സും, ഒന്ന് മാനേജ് പെർമിഷൻ റോൾസ്. ഈ 2 ഇതാണ് ഉള്ളത്. ഈ 2 ഉള്ളത്. അപ്പൊ ഇപ്പോ നമ്മൾ ടെസ്റ്റ് ഇൻസ്റ്റൻസിന്റെ അകത്ത് ബാക്ക് എൻഡിൽ സുരാഗും കെവിൻ എന്ന് പറഞ്ഞ 2 ഫീൽഡ് ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് അത് ഫ്രണ്ട് എൻഡിൽ വരണമെങ്കിൽ ഇപ്പൊ പെർമിഷൻ കൊടുക്കണ്ടേ? നമ്മുടെ റോളിന് പെർമിഷൻ കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ റോളിന് പെർമിഷൻ കൊടുക്കാനായിട്ട് നമ്മൾ പോകുന്ന ടൂളിന്റെ പേരാണ് മാനേജ് പെർമിഷൻ റോൾസ്. കിടക്കുന്നുണ്ടോ സൂപ്പർ അഡ്മിൻ? ഇത് സൂപ്പർ അഡ്മിന് വേണ്ടിയുള്ള പെർമിഷൻ. ഇത് സാധാരണ എംപ്ലോയീസിന്, പെർമനന്റ് എംപ്ലോയീസിനുള്ള പെർമിഷൻ. ഇത് IT അസറ്റിന്റെ പെർമിഷൻ. ട്രെയിനി ആയിട്ടുള്ള എംപ്ലോയീസിന്റെ പെർമിഷൻ. ഇത് മാനേജർമാരുടെ പെർമിഷൻ. ഇത് HR-ന്റെ പെർമിഷൻ. ഓരോരുത്തർക്കും ഓരോ പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് സിസ്റ്റത്തിൽ എങ്ങനെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ സൂപ്പർ അഡ്മിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ എഫക്റ്റീവ് ഡേറ്റഡും നോൺ എഫക്റ്റീവ് ഡേറ്റഡ് ഓർമ്മയുണ്ടോ? ഹിസ്റ്ററി കീപ്പ് ചെയ്യുന്ന പോർട്ട്ലെറ്റ് എഫക്റ്റീവ് ഡേറ്റഡ് എന്നും ഹിസ്റ്ററി ഇല്ലാത്തത് നോൺ എഫക്റ്റീവ് ഡേറ്റഡ് എന്നും. നോൺ എഫക്റ്റീവ്. ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അപ്പൊ എന്താണ്? കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എഫക്റ്റീവ് ഡേറ്റഡ്. അപ്പോൾ നമ്മൾ ഈ റോളിന്റെ അകത്ത്, സൂപ്പർ അഡ്മിൻ റോളിന്റെ അകത്ത് ഞാൻ കയറി എഡിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. യൂസർ പെർമിഷൻ. ഞാൻ പറഞ്ഞു എല്ലാവരും യൂസേഴ്സ് തന്നെയല്ലേ? ഇപ്പം നമ്മുടെ റോളിന്റെ അകത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മളെല്ലാം യൂസേഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മുടെ റോളിൽ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ യൂസർ പെർമിഷൻ എവിടെ ഇതുണ്ടോ? എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റഡ് എൻറ്റിറ്റീസ്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് പല സ്ഥലത്തും പല രീതിയിൽ അതിന്റെ അർത്ഥം കൊണ്ടുവരാം. ഗ്യാങ്സ്റ്ററിന് എൻറ്റിറ്റീസ് എന്ന് പറയാം, ബാങ്കിനെ പറയാം. നമ്മൾ എംപ്ലോയി പ്രൊഫൈൽ മാത്രം അപ്ലോഡ് ചെയ്യാൻ പോയപ്പോ സെലക്ട് എൻറ്റിറ്റി എന്നായിരുന്നല്ലോ വന്നത്. ഇമ്പോർട്ട് എംപ്ലോയി ഡാറ്റയില് ഇമ്പോർട്ട് എംപ്ലോയി ഡാറ്റ എന്ന് പറയുന്ന ടൂളിൽ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് സെലക്ട് ആൻ എൻറ്റിറ്റി എന്നാണ് വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ബേസിക് ഇമ്പോർട്ട് സെലക്ട് ചെയ്യേണ്ട, ഫയലാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അവരുദ്ദേശിക്കുന്നത് എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ് എന്നാണ്. എനിവേ, എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റഡ് അത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാണുന്നുണ്ട് പേഴ്സണൽ ഇൻഫോർമേഷൻ. ഇതിൽ ഓരോ ഫീൽഡും കണ്ടോ? നമ്മുടെ റോളിൽ നമുക്ക് ഫസ്റ്റ് നെയിമിനെ കാണാം, ഹിസ്റ്ററി കാണാം,
എഡിറ്റ് ചെയ്യാം, കറക്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഒരു എംപ്ലോയിക്ക് ആണെങ്കിൽ മാക്സിമം ഇത് രണ്ടേ കൊടുക്കത്തുള്ളൂ. ഒരു എംപ്ലോയി സ്വന്തം നെയിമും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ നമ്മൾ അവകാശം കൊടുക്കോ? ഡിലീറ്റ് ചെയ്യാൻ അവകാശം കൊടുക്കോ? കറക്റ്റ് ചെയ്യാനും കൊടുക്കില്ല. ഇല്ല. correct. അത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഓരോ റോൾ അനുസരിച്ച്. ഇതിപ്പോ നമ്മുടെ റോളിൽ മാത്രമാണ്. ആ റോളിൽ പ്രത്യേകം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ സുരാഗും കെവിനും കണ്ടോ? Yes. സുരാഗും കെവിനും നമ്മുടെ റോളിൽ നമ്മൾ മുഴുവനും കൊടുക്കുന്നു. നമ്മൾ മുഴുവനും സൂപ്പർ കൊടുക്കുക. യൂസർ ആയതുകൊണ്ടല്ല. സൂപ്പർ ആസർ ആയതുകൊണ്ട് നമ്മൾ മുഴുവൻ കൊടുക്കുക. okay. നെക്സ്റ്റ് സേവ്. ഇപ്പോ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ സൂപ്പർ അഡ്മിൻ റോളിൻ്റെ അകത്ത് ഞാൻ കൺട്രോൾ F എന്നടിച്ച് സുരാഗ് എന്നടിച്ചാൽ കിടക്കുന്നുണ്ടോ? സുരാഗിന് വ്യൂ കറണ്ട് ഉണ്ട്, വ്യൂ ഹിസ്റ്ററി ഉണ്ട്, എഡിറ്റ് ഉണ്ട്, കറക്റ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. അതേ സമയത്ത് ഞാൻ ഇനി സാധാരണ ഒരു എംപ്ലോയിയുടെ റോളിൽ പോവാണ്. ഇവിടെ ഞാൻ സുരാഗിനെ സെർച്ച് ചെയ്താൽ ഉണ്ടോ? ഇല്ല. എഡിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്ത് അവരുടെ ഇതിൻ്റെ അകത്തും എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കാരണം പലതിലും കണ്ടോ കറക്റ്റ് ഡിലീറ്റും ഇല്ല അവർക്ക്. എംപ്ലോയിക്ക് കറണ്ടിൽ പലതിലും ഇല്ല. ഇനി സുരാഗും കെവിനും നോക്കാം, ഉണ്ടോ? അപ്പം ഇവർക്കും പെർമിഷൻ കൊടുത്താലല്ലേ കാണാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ പെർമിഷൻ കൊടുക്കുന്ന അനുസരിച്ച് കാണാൻ പറ്റുള്ളൂ. ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതി എല്ലാം ഫ്രണ്ട് എൻഡിൽ വരണമെന്ന് നിർബന്ധമില്ല. പെർമിഷൻ കൊടുത്താലേ ആവത്തില്ല. ഇതൊരു ടോപ്പിക്കാണ്, നമ്മളത് പഠിക്കും. ഇതൊരു ടോപ്പിക്കാണ്. ഫ്രം ദ സ്ക്രാച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരും. പക്ഷെ ഇതൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിൽ പോയിട്ട് എന്നിട്ട് നമ്മൾ തിരിച്ച് മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പോവാം. സാധാരണ കേസിൽ നമ്മൾ അവിടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ തന്നെ, അതായത് ഇവിടെ രണ്ടും ക്രിയേറ്റ് ചെയ്തു, പെർമിഷൻ കൊടുത്താൽ ഉടൻ തന്നെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ വരണം. സാധാരണ കേസിൽ വരണം. എന്നാൽ ഈ സിസ്റ്റത്തിൽ അത് വരാത്തതിന്റെ റീസൺ, അല്ലെങ്കിൽ ചില സിസ്റ്റത്തിൽ വരാത്തതിന്റെ റീസൺ, സംഭവം പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ് ആണ്. ഞാൻ താഴെ എഴുതാം. സംഭവം പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സക്സഷൻ ഡാറ്റ പോർട്ട്ലെറ്റ്, ഒരു എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ് ആണെങ്കിലും ഇതെല്ലാ എംപ്ലോയീസിനും പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ. എനിക്കും പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്, സുരാഗിനും ഉണ്ട്. ചില കമ്പനീസ് എംപ്ലോയീസിനെ, അതായത് എംപ്ലോയീസിനെ റെഗുലർ എംപ്ലോയി ആയിട്ടും കണ്ടിൻജന്റ് വർക്ക് ഓർമ്മയുണ്ടോ? ഈ കോൺട്രാക്ടേഴ്സിനെ വിളിക്കുന്ന കണ്ടിൻജന്റ് വർക്കേഴ്സ് റെഗുലർ ആയിട്ടും കണ്ടിൻജന്റ് വർക്കേഴ്സുമായിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സിസ്റ്റത്തിൽ. റെഗുലറിന്റെ പ്രത്യേകത അവർക്ക് കോൺട്രാക്ട് എൻഡ് ഡേറ്റ് കാണത്തില്ല. നോ, ഇവിടെ കോൺട്രാക്ട് എൻഡ് ഡേറ്റ് കാണും. ഓക്കെ, കോൺട്രാക്ട് എൻഡ് ഡേറ്റ് കാണും. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു എംപ്ലോയിയുടെ പ്രൊഫൈലിൽ പോയിട്ട് ജോബ് ഇൻഫോർമേഷൻ, കോൺട്രാക്ട് ഉണ്ട്, എക്സ്പെക്റ്റഡ്. ഇതിപ്പം ഡമ്മി ആയതുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടേ കോൺട്രാക്റ്റോട് ഇന്റേൺ എൻഡ് ഡേറ്റ്. അപ്പോൾ ഇത് കോൺട്രാക്ട് എംപ്ലോയി ആണ്. നമുക്ക് വേറൊരെണ്ണം എടുക്കാം, ഗണേഷ്. ഇതല്ല, കണ്ടോ കോൺട്രാക്ട് സ്റ്റാർട്ട് ഡേറ്റും കോൺട്രാക്ട് എൻഡ് ഡേറ്റും. അപ്പോൾ ഇവരെല്ലാവരും കോൺട്രാക്ടേഴ്സ് ആണ്.
ഈ പ്രൊഫൈൽസ് ഒക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ലൈക്ക് ഇതൊക്കെ അത് ക്ലാസ് നമ്മുടെ ജോലിയല്ല. ആ അത് അല്ല നമ്മുടെ ജോലിയല്ല. കെവി, അത് ഇത് ഗണേഷ് ഈ പർട്ടിക്കുലർ പീപ്പിൾസിന് എങ്ങനെ സെർച്ച് അല്ല, ഞാൻ അത് ചെയ്തെടുക്കുന്നത്? റാൻഡമായിട്ട് സെർച്ച് അതല്ലേ. ആ ചെയ്യുന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാ. അങ്ങനെ ഇതൊന്നും അല്ല. ഞാനൊരു പ്രൊഫൈല് അക്കൗണ്ടന്റ് ഇവർക്കും കോൺട്രാക്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പ്രൊഫൈല് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ, ഇവർക്ക് കണ്ടോ, എംപ്ലോയ്മെന്റ് ടൈപ്പ് പെർമനന്റ്, കോൺട്രാക്ട് ഉണ്ടായിട്ടില്ല. അപ്പോ ഈ സിസ്റ്റത്തിൽ കോൺട്രാക്ട് എംപ്ലോയീസും ഉണ്ട്, കണ്ടിൻജന്റ് വർക്കേഴ്സും ഉണ്ട്, റെഗുലറും ഉണ്ട്. ഈ കാറ്റഗറിയിൽ ആർക്കാണ് നമ്മുടെ സുരാഗും കെവിനും കാണേണ്ടെന്നും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ്റെ അകത്ത്, മാനേജ് പെർമിഷൻ റോളിനകത്ത് എനേബിൾ ചെയ്തിട്ടും കാര്യമില്ല, ഇവിടെയും കൂടെ എനേബിൾ ചെയ്യണം. ഇങ്ങനത്തെ ഒരു കാറ്റഗറി ഇല്ലെങ്കിൽ ഈ പെർമിഷൻ മാത്രം മതി, എല്ലാവർക്കും കാണാൻ പറ്റും. സോ ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇപ്പൊ നമ്മൾ ആർക്ക് മാത്രമേ റോൾ കൊടുത്തിട്ടുള്ളൂ? സൂപ്പർ അഡ്മിൻ അല്ലേ? നമ്മൾ ഇനി ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള എംപ്ലോയിയുടെ പ്രൊഫൈൽസിനകത്ത് പോയിട്ടല്ലേ നോക്കുന്നത് സുരാഗ് വന്നിട്ടുണ്ടോ, കെവിൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ ഫ്രണ്ട് എൻഡ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ ഏതൊരു എംപ്ലോയി, സച്ചിൻ ഇഡാത്കർ എന്ന് പറഞ്ഞ ഒരാള്, അയാളുടെ പ്രൊഫൈലിൽ പോയിട്ട് പേഴ്സണൽ ഇൻഫോയിൽ നോക്കിയാലല്ലേ കാണാൻ പറ്റുള്ളൂ ഇത് വന്നോ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായോ? ആ, അപ്പം ഇയാള് കോൺട്രാക്ട് ആണോ, ഇയാളിപ്പം ഈ സിസ്റ്റത്തിൽ കോൺട്രാക്റ്റും റെഗുലറും ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് എനേബിൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എനേബിൾ ചെയ്യാൻ പോവാണ്. ഈ റെഗുലറിൽ നമ്മൾ ആ ഫീൽഡ് എനേബിൾ ചെയ്യാൻ പോവാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ്റെ അകത്ത് ഇവിടെ ഇപ്പൊ ഫീൽഡ് ആഡ് ചെയ്തു, സുരാജും കെവിനും പേഴ്സണൽ ഇൻഫർമേഷന്റെ തൊട്ട് നേരെ ചെയ്തിട്ടുണ്ട്. ഇനി പേഴ്സണൽ ഇൻഫോയുടെ ലെഫ്റ്റ് സൈഡ് ഡ്രോപ്പ് ഡൗൺ ഉണ്ടോ? ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുക. അതൊരു 4 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി കണ്ടിൻജന്റ് വർക്കേഴ്സ്, സെക്കൻഡ് കാറ്റഗറി ഡിപ്പെൻഡന്റ്, അതെന്താന്ന് എനിക്കറിയില്ല, ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എംപ്ലോയി നമ്മുടെ നോർമൽ എംപ്ലോയീസ്. ഓൺ ബോഡി അത് ഓൺ ബോർഡിങ് ടീമിനുള്ളതാണ്, നമുക്കുള്ളതല്ല. ഈ ഡിപ്പെൻഡന്റ് വേസ്റ്റ് ആണ്, ആരോ ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കണ്ടിൻജന്റ് വർക്കേഴ്സ് വരും. ഓൺ ബോഡി എന്ന് പറയുന്നത് ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് എംപ്ലോയി, നോർമൽ എംപ്ലോയി. ഇനി ഇവിടെയും നമ്മൾ ഏത് ഫീൽഡാന്ന് പറഞ്ഞ് എനേബിൾ ചെയ്യണം, എന്നാലേ വരത്തുള്ളൂ. ഞാനിപ്പോ കണ്ടിൻജന്റ് വർക്കറിൻ്റെ അകത്ത് കൊണ്ട് എനേബിൾ ചെയ്താൽ കണ്ടിൻജന്റ് വർക്കർ ആയിട്ടുള്ള എംപ്ലോയിയുടെ പ്രൊഫൈലുകൾ അത് വിസിബിൾ ആവും, നോർമൽ എംപ്ലോയിക്ക് ആകത്തില്ല. ഞാനിപ്പോ നോർമൽ എംപ്ലോയിൽ പോയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഏതൊക്കെയാണ് ഫീൽഡിന്റെ ID, ഇവിടെ ID മാത്രമേ ചോദിക്കുന്നുള്ളൂ, പേര് ചോദിക്കുന്നില്ല, ഒൺലി ഐഡന്റിഫയേഴ്സ്. നമ്മളിപ്പോ കസ്റ്റം ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണ് നോക്കണം. കസ്റ്റം സ്ട്രിങ് 18ഉം കസ്റ്റം ഡേറ്റ് 2 അല്ലേ? പ്രൊഫൈലിൽ നോക്കുക, ഇതുവരെ വന്നിട്ടില്ല, കെവിനും സുരാഗും പേഴ്സണൽ ഇൻഫോർമേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ കസ്റ്റം സ്ട്രിങ് 18 കസ്റ്റം ഡേറ്റ് 2 ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണ് ചെയ്യുന്നത്. രണ്ടും ഒരേ സ്ക്രീൻ തന്നെയാണ്. പക്ഷേ ഈ ഫസ്റ്റ് സ്ക്രീനിൽ ഞാനിപ്പം പേഴ്സണൽ ഇൻഫോർമേഷന്റെ കീഴിൽ എംപ്ലോയി എന്ന സെക്ഷനിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് സ്ക്രീനിൽ ഞാൻ പേഴ്സണൽ ഇൻഫോയിൽ മാത്രമാണ്, കാരണം എനിക്ക് കോഡ് ഏതെന്ന് അറിയാൻ വേണ്ടി. കസ്റ്റം സ്ട്രിങ് 18 ആണെന്നും കസ്റ്റം സ്ട്രിങ് ഡേറ്റ് 2 ആണെന്നും കണ്ടുപിടിക്കാൻ വേണ്ടി. കൺഫ്യൂഷൻ ആണോ അത്? അല്ല. ഓക്കെ. ഇപ്പൊ ഞാൻ പേഴ്സണൽ ഇൻഫോർമേഷൻ കീഴിലെ എംപ്ലോയിൽ വന്നിട്ട് ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ, ഏറ്റവും താഴെ കസ്റ്റം സ്ട്രിങ് 18നെയും കസ്റ്റം ഡേറ്റ് 2നെയും സെലക്ട് ചെയ്തിട്ട് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യും. ഇനി ഞാൻ പ്രൊഫൈലിൽ പോയി ഈ റെഗുലർ ആയിട്ടുള്ള ഏതൊരു എംപ്ലോയിയുടെ പ്രൊഫൈലിൽ പോയി റിഫ്രഷ് ചെയ്തിട്ട്
ഞാൻ പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോയാൽ സുരാഗ് കെവിന് വന്നേ, വന്നില്ലേ? വന്നു. ഇനി ഞാനൊരു കോൺട്രാക്ട് എംപ്ലോയി പോയി നോക്കാം. ഇവിടെ ഒരു പ്രൊഫൈൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ അഡ്മിൻ സെന്ററിന്റെ താഴെ കമ്പനി ഇൻഫോ എന്ന് കണ്ടോ? കമ്പനി ഇൻഫോ സെലക്ട് ചെയ്യുക. ഇവിടെ ഡയറക്ടറി എന്നൊരു ഓപ്ഷൻ, ഡയറക്ടറി ഫ്ലോ ചാർട്ട് പോലെ. ഫ്ലോ ചാർട്ട് അല്ല, ഫ്ലോ ചാർട്ട് ഫസ്റ്റത്തെ ആളാണ്, അത് നമ്മൾ ഇനി പഠിക്കുന്ന അതൊക്കെ. പിന്നെ ഓർഗനൈസേഷൻ ചാർട്ട്. ഇത് ഡയറക്ടറി. ടോപ്പിൽ ഞാൻ സെലക്ട് ഡയറക്ടറി. അവിടെ അഡ്വാൻസ് സെർച്ചിന്റെ അകത്ത് ഈ എംപ്ലോയ്മെന്റ് ടൈപ്പ് ഉണ്ട്. എംപ്ലോയ്മെന്റ് ടൈപ്പിന്റെ അകത്താണ് പെർമനന്റ് ആണോ, സർവീസ് കോൺട്രാക്ട് ആണോ, അങ്ങനെയൊക്കെയുള്ള വരുന്നത്. ഇതിൽ കണ്ടിൻജന്റ് വർക്കർ എന്നില്ല. അപ്പൊ തൽക്കാലം സർവീസ് കോൺട്രാക്ട് ഞാൻ സെലക്ട് ചെയ്യാം. സർവീസ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഏതാണോ സെലക്ട് ചെയ്യാം. സെർച്ച്. കുറെ എംപ്ലോയീസിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം, കാരണം അവർക്ക് എനേബിൾ ചെയ്തിട്ടില്ല. എന്നാലും ചെക്ക് ചെയ്ത് നോക്കാം. ഒരു എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ തെറ്റാണെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം കോൺട്രാക്ട് ഉണ്ട്, സർവീസ് കോൺട്രാക്ട് ആണ്. നമുക്ക് പേഴ്സണൽ ഇൻഫോയിൽ പോയി നോക്കാം വരുന്നുണ്ടോ എന്ന്. സുരാഗ് കെവിന് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇവര് കണ്ടിൻജന്റ് വർക്കർ എന്നൊരു സാധനം എനേബിൾ ചെയ്തിട്ടില്ല. ചുമ്മാ അവര് വെറുതെ കോൺട്രാക്ട് എൻട്രി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ എനേബിൾ ചെയ്ത് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോ ഈ സിസ്റ്റം ചുമ്മാ അവര് വെറുതെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഈ കാണുന്നതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടേക്കുന്നതാ. അവർ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതവിടെ വരും. പക്ഷെ ഇത് ഉണ്ടാക്കി ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എംപ്ലോയിയെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്യേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് സുരാഗും കെവിനും എങ്ങനെയാ കിടക്കണം നോക്കാം. കണ്ടോ, സുരാഗ് ഫ്രീ ടെക്സ്റ്റ് ആണ്, എനിക്ക് എന്ത് വേണോ ടൈപ്പ് ചെയ്യാം. കെവിൻ നോക്കേ, ഡ്രോപ്പ് ഡൗൺ കെവിൻ ഡേറ്റ് ആണ്. ഈ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് വേറെ, അത് പഠിക്കാൻ പറ്റുന്നില്ല, അടുത്ത ടോപ്പിക്കാണ്. ഇത് കെവിൻ, ഇത് സുരാഗ്. സുരാഗ് ഫ്രീ ടെക്സ്റ്റ് ആണ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് ഫ്രീ ടെക്സ്റ്റ് ആണ്. ഡേറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് ഫോർമാറ്റ് ഫീൽഡ്. ഈ ഡ്രോപ്പ് ഡൗൺ വരുന്നത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ്. സോ സുരാഗ് കെവിൻ. അപ്പോൾ ഫീൽഡ് വന്ന കണ്ടോ, ഫീൽഡ് വരുമ്പോൾ ആലോചിക്കേണ്ടത് ഒന്ന് ക്രിയേറ്റിംഗ് കസ്റ്റം ഫീൽഡ്സും ക്രിയേറ്റിംഗ് ഓർ അല്ലെ ക്രിയേറ്റ് അല്ല ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഫീൽഡ്സ് ഓൾറെഡി കാണുമല്ലോ. ആ ഡ്രോപ്പ് ഡൗണിൽ പ്രോപ്പർ നെയിമിംഗ് കൺവെൻഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഫീൽഡ്സ് ആയിരിക്കുമല്ലോ. ഈ കാണുന്നെല്ലാം സ്റ്റാൻഡേർഡ് ഫീൽഡിലല്ലേ. നമുക്ക് എപ്പോൾ വേണം സെലക്ട് ചെയ്യാം. അപ്പോൾ കസ്റ്റം ഫീൽഡ്സ് ആകുമ്പോഴേക്കും നമ്മൾ കസ്റ്റം ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണോ ഡേറ്റ് ആണോ എന്ന് കൊടുക്കണം ഫീൽഡിന്. ഐഡന്റിഫയേഴ്സ് കസ്റ്റം ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ലേബൽ നമ്മൾ കൊടുക്കണം, ലേബൽ യെസ്. അത് കഴിഞ്ഞ് എനേബിൾ ചെയ്യണം. എനേബിൾ ആ ഓപ്ഷൻ ഇല്ലേ, എസ് ഓർ നോ ഓപ്ഷൻ, എസ് കൊടുക്കണം. ലേബിള് നമ്മൾ എസ് എന്ന് പറഞ്ഞ് ലേബിൾ കൊടുക്കണമെന്നാണേ. എനേബിൾ കൊടുക്കണം. മാൻഡേറ്ററി എന്ന് പറഞ്ഞ ഫീൽഡ് എസ് ഓർ നോ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പോകേണ്ടത് സേവ് ചെയ്താൽ പെർമിഷൻ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറി കൊടുക്കുക. പെർമിഷൻ കൊടുക്കുന്നത് എവിടെയാണ്, റോൾ ബേസ്ഡ് പെർമിഷൻ അല്ലേ, അല്ലെങ്കിൽ മാനേജ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ബേസ്ഡ് ഓൺ റോൾസ്. മാനേജ് പെർമിഷൻ റോൾസിൻ്റെ അകത്ത് ബേസ്ഡ് ഓൺ ഏത് റോളാണോ ആ റോളിന് പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം എംപ്ലോയി കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്ക് എനേബിൾ ചെയ്യാം. കാറ്റഗറി ഇല്ലെങ്കിൽ എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പെർമിഷൻ കൊടുത്ത ഉടൻ തന്നെ വരും. അത്രയും ഓക്കെയാണോ? ഇവിടെ ആവുമ്പം സ്റ്റാൻഡേർഡിൽ ഐഡന്റിഫയേഴ്സിന്
സ്റ്റാൻഡേർഡ് ആകുമ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് ഇട്ടൊക്കെ. പറഞ്ഞോ. അതെ ഇപ്പൊ ഓക്കെ, ഷുവർ. യെസ് പറഞ്ഞോളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫീൽഡ്സ് ആകുമ്പോൾ ഐഡന്റിഫയേഴ്സ് കസ്റ്റം ഡാറ്റ ടൈപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. പിക്ക് ഫ്രം ദ ലിസ്റ്റ് അല്ലേ? അതെ. ലിസ്റ്റ് നിന്ന് പിക്ക് ചെയ്യാം. ലേബൽ ഓഫ് കോഴ്സ് കൊടുക്കണം. ഇത് മൂന്നും നോക്കണം. കാരണം ഫസ്റ്റ് നെയിം എന്നാണെങ്കിലും ചിലപ്പോൾ ഇപ്പം ഫസ്റ്റ് നെയിം ചിലപ്പോൾ ക്യാപിറ്റൽ കൊടുക്കണം, ക്യാപിറ്റൽ കൊടുക്കാം, സ്മോൾ ലെറ്റർ കൊടുക്കാം, ഡിപ്പെൻസ്. എനേബിൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. മാൻഡേറ്ററി യെസ് ഓ നോ ആക്കാം. ഇവിടെയും സെയിം തന്നെയാണ്. പെർമിഷൻ ബേസ്ഡ് ഓൺ റോൾസ് പെർമിഷനും കൊടുക്കുക. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ആണെന്നും കരുതി ഇവിടെ നമ്മൾ എനേബിൾ കൊടുത്താലും ഇത് കാണണോ വേണ്ടതെന്ന് പെർമിഷൻ കൊടുക്കണ്ടേ? അതെ. അപ്പം കസ്റ്റമിനാകെ കസ്റ്റം ഡാറ്റ ടൈപ്പ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അത് മാത്രമാണ് നോക്കേണ്ടത്. ഈ സ്റ്റാൻഡേർഡിന് ലിസ്റ്റ് നിന്ന് പിക്ക് ചെയ്യുക. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, സെയിം തന്നെയാണ് വരുന്നത്. ഇനി ഈ സുരാഗും കെവിനും ഡിലീറ്റ് ചെയ്യാണ് തൽക്കാലത്തേക്ക്. ഇപ്പൊ ഡയറക്റ്റ് ഇപ്പൊ എംപ്ലോയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരിട്ട് ഈ പേഴ്സണൽ ഇൻഫോന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ എല്ലായിടത്തുനിന്നും പോകും. പെർമിഷനും എല്ലാം അങ്ങ് വയ്ക്കുള്ളൂ. ആകെ പറയുന്നത് ഡിലീറ്റ് അത് വല്ല ഡാറ്റ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണമെന്നേ പറയത്തുള്ളൂ. ഇവിടെ കസ്റ്റമല്ലേ, നമ്മൾ ഡിലീറ്റ് ചെയ്താൽ അതിന് പ്രശ്നമില്ല. ഡിലീറ്റ്. സുരാഗ് ഒരു സെക്കൻഡ് ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോരാ. ഒരു സെക്കൻഡ്.
സുരാഗെ, ഈ വർക്കിനിടയിൽ നമുക്ക് ഈ പ്രോജക്ട്സ് വരുന്ന സമയത്ത് അത് മനസ്സിലാക്കണം. അതായത് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ഫങ്ഷണൽ കൺസേണിൽ തലേ കൊണ്ടിടും. ഇവർക്ക് അതേ അറിയാവുള്ളൂ. നമ്മൾ എന്തോ പൊണ്ടത്തരം കാണിച്ചെന്ന് പറയും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് കൊടുക്കുമ്പോഴേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അത് അവരുടെ ഭാഗത്ത് വന്ന തെറ്റാണെന്നോ അല്ലെങ്കിൽ SAPയുടെ സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആണെന്നോ വരത്തുള്ളൂ. അതുവരെ നമ്മുടെ തലയിലിട്ട് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ 3 ദിവസമായിട്ട് ചൊറി കേട്ടോണ്ടിരിക്കുക. ഇന്ന് ഞാൻ രാവിലെ 9 മണിക്ക് ഞാൻ ലോഗിൻ ചെയ്തു. 9 മണിക്ക് ലോഗിൻ ചെയ്ത് മുഴുവൻ ഡോക്യുമെന്റ്സും അയച്ചു കൊടുത്തു. ഇപ്പൊ അവർക്ക് ഒന്നും പറയല്ല. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഇന്ന് 1:30 ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് മുന്നേ ഞാൻ അതെല്ലാം സോൾവ് ചെയ്തിരുന്നു. എനിവേ, നമ്മളിപ്പോ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. ആ സുരാഗും കെവിനും ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കലി എല്ലാം പോകും. ആ കസ്റ്റം സ്ട്രിങ് 18 18 19 എല്ലായിടത്തും പോയി. പെർമിഷൻ എന്നും വ്യൂ റോൾ എന്നും എല്ലാം പോയി. ഇപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് റിഫ്രഷ് ചെയ്ത് സുരാഗ് എന്ന് ടൈപ്പ് ചെയ്താൽ, കാരണം ഫീൽഡേ ഇല്ല. അപ്പൊ ഇവര് പെർമിഷന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫീൽഡേ പോയി. ഇനി ഞാൻ Ctrl+F സുരാഗ് എന്ന് ടൈപ്പ് ചെയ്താൽ ഇല്ല, സോറി, സുരാഗ് ഇല്ല. ഇതേ സൂപ്പർ മെനുകൾ കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഡ്രോപ്പ്. ഇപ്പൊ ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സുരാഗും കെവിനും പോകും. ഈ പേജ് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ സുരാഗും കെവിനും ഇല്ല. ഓക്കെ, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പിക്ക് ലിസ്റ്റ്. പിക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എന്താ പറയാ, വേർഡ് മീനിങ് തന്നെ പറയുന്നത് പിക്ക് എ വാല്യൂ ഫ്രം ദ ലിസ്റ്റ്. ഇവിടെ ഇപ്പൊ നേരത്തെ ആ ഡ്രോപ്പ് ഡൗൺ കണ്ടതുപോലെ ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യുക. സോ അതൊരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിൽ നിന്നൊരു വാല്യൂ സെലക്ട്. പിക്ക് എ ലിസ്റ്റ് ഓർ പിക്ക് എ വാല്യൂ ഫ്രം ദ ലിസ്റ്റ്, ദാറ്റ് ഇസ് പിക്ക് ലിസ്റ്റ്. അപ്പൊ പിക്ക് ലിസ്റ്റിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചുതരാം. അപ്പം അതിന് ഒരേ ഒരു ടൂളേ ഉള്ളൂ, പിക്ക് ലിസ്റ്റ് സെന്റർ ടൂൾ. ഒറ്റ ടൂളേ ഉള്ളൂ, പിക്ക് ലിസ്റ്റ് സെന്റർ. അപ്പൊ ഞാനിപ്പോ സ്റ്റേറ്റ് മദർ ടങ് എന്ന് പറയുന്ന 2 ഫീൽഡ് ഉണ്ടാക്കാൻ പോകണം ആദ്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ആകെ 4 ഡാറ്റ ടൈപ്പ് ഇവിടെ ഉള്ളൂ. സ്ട്രിങ്, ഡാറ്റ, ഡബിൾ, ലോങ്. ഡബിൾ ലോങ് ഞാൻ പറഞ്ഞുതരാം. ഡബിൾ ലോങ് വേറെ ഒന്നുമല്ല. ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാ, ലോങ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ. ഡബിൾ എന്ന് പറഞ്ഞാൽ ഈ ഡെസിമൽ ആണ്. നമ്മൾ 1.3 1.2 ഒക്കെ ഇടൂലേ, അതിനു വേണ്ടി കസ്റ്റം സ്ട്രിങ് ഡബിളും കസ്റ്റം സ്ട്രിങ് ലോങ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് മാത്രം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആൽഫ ന്യൂമറിക് ഫ്രീ ടെക്സ്റ്റ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് മാത്രം. ഇത് രണ്ടും ഫ്രീ ടെക്സ്റ്റ് ആണെങ്കിലും അല്ല ഫ്രീ ഫീൽഡ് ആണെങ്കിലും ഡബിളിൽ ഡെസിമൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡെസിമലും കൂടെ ചേർത്ത് കൊടുക്കാം. ലോങ്ങിൽ നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. ആൽഫബറ്റിക്കും പറ്റത്തില്ല, ഡെസിമലും പറ്റില്ല. ഫൈൻ. അപ്പൊ ഇതിൽ പിക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല. അതാണ് പറഞ്ഞു വന്നത്. ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് അതിനകത്തില്ല. സോ സ്റ്റേറ്റും മദർ ടങ് എന്നും പറയുന്ന സ്ട്രിങ് ഫീൽഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അഗെയിൻ മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പോവുക. ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. കസ്റ്റം സ്ട്രിങ് വേറെ എടുക്കാം. കേട്ടോ, ഡബിൾ കണ്ടോ, ഡബിളും ലോങ്ങും. അതായത് കസ്റ്റം സ്ട്രിങ്, കസ്റ്റം ഡേറ്റ്, ലോങ്, ഡബിൾ, ഇത്രയേ ഉള്ളൂ, വേറെ ഇല്ല. ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ്. അപ്പോ പിന്നെ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞുണ്ട്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് 2-3 കാണത്തുള്ളൂ. അത് കസ്റ്റം ഇല്ല, സ്റ്റാൻഡേർഡേ ഉള്ളൂ. അതിലെവിടെയെങ്കിലും കാണില്ല, അറ്റാച്ച്മെന്റ് കാണും. അപ്ലോഡ് ഒക്കെ ചെയ്യാനേ, അത് നമ്മൾ പഠിക്കാം, കുഴപ്പമില്ല. അപ്പൊ കസ്റ്റം സ്ട്രിങ് 21 കസ്റ്റം സ്ട്രിങ് 22 ഞാൻ എടുക്കുകയാണ്. ഒന്നിന് ഞാൻ സ്റ്റേറ്റ് എന്നും ഒന്നിന് ഞാൻ മദർ ടങ് എന്നും കൊടുക്കുന്നു.
സ്വാഭാവികമായിട്ട് എനേബിൾ ചെയ്യണമല്ലോ. എനേബിൾ സ്റ്റേറ്റ് മദർ ടങ് സേവ് ചെയ്യുക. സോ 2 പുതിയ ഫീൽഡുകൾ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത പോകേണ്ട സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ലേബിൾ കൊടുത്തു, ഡാറ്റ ടൈപ്പ് ചൂസ് ചെയ്തു, ലേബിൾ കൊടുത്തു, എനേബിൾ ചെയ്തു, മാൻഡേറ്ററി യെസ് ഓർ നോ കൊടുക്കാം, പെർമിഷൻ അല്ലേ, ബേസ്ഡ് ഓൺ റോൾസ്. അത് നമ്മുടെ സൂപ്പർ അഡ്മിനിലാണ് അത് പോകേണ്ടത്. ഈ സ്ക്രീൻ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. റിഫ്രഷ് ചെയ്താലേ അപ്പുറത്തെ 2 ഫീൽഡ് ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ വരത്തുള്ളൂ. എഡിറ്റ്, നെക്സ്റ്റ്, പെർമിഷൻ, അതായത് പേഴ്സണൽ ഇൻഫോർമേഷനിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടും പേഴ്സണൽ ഇൻഫോർമേഷൻ ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള എഫക്റ്റീവ് ഡേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടും നമ്മൾ എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റഡിൽ പോകുന്നു. ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ മാത്രമല്ല കേട്ടോ, പേഴ്സണൽ ഇൻഫോർമേഷൻ ഉണ്ട്, ഹോം അഡ്രസ് ഉണ്ട്, ഡിപ്പെൻഡൻസ് ഉണ്ട്, ജോബ് ഇൻഫോർമേഷൻ ഉണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഹിസ്റ്ററി കീപ്പ് ചെയ്യുന്ന പോർട്ടലറ്റാ, അതുകൊണ്ടാണ് വരുന്നത്. അതിൽ ഓരോ ഫീൽഡുകളും ഉണ്ട്. ഓക്കെ, പേഴ്സണൽ ഇൻഫോർമേഷനിൽ ഇനി സ്റ്റേറ്റും മദർ ടങ് എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുക. സേവ്. ഇനി അപ്പൊ എന്താ പോകേണ്ടത്? നമ്മൾ ഈ എംപ്ലോയീസിന്റെ കാറ്റഗറി ഉള്ളത് കൊണ്ട് നോർമൽ എംപ്ലോയീസിനെ കാണണം എന്ന് പറഞ്ഞാലേ കൊടുക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് ബിസിനസ് കോൺഫിഗറേഷൻ ആദ്യം പോയി സ്ട്രിംഗ് 21ഉം 22. അങ്ങനെ ആകുമ്പം ഇവിടെ എംപ്ലോയി സെലക്ട് ചെയ്യുക. പേഴ്സണൽ ഇൻഫോർമേഷന്റെ കീഴിൽ തന്നെ എംപ്ലോയി സെലക്ട് ചെയ്ത് മേക്ക് കറക്ഷൻ, ഏറ്റവും താഴെ കസ്റ്റം സ്ട്രിംഗ് 21ഉം കസ്റ്റം സ്ട്രിംഗ് 22ഉം സെലക്ട് ചെയ്യുക. ഇവിടെയും എനേബിൾ ചെയ്താലേ ഇനി ഫ്രണ്ട് എൻഡിൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഇനി ഫ്രണ്ട് എൻഡിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ആ സ്ക്രീൻ ഓപ്പൺ ആയിരുന്നു. ജോബ് ഇൻഫോർമേഷൻ അല്ല, പേഴ്സണൽ ഇൻഫോർമേഷൻ വന്നോ? സ്റ്റേറ്റ് മദർ ടങ്. പക്ഷെ സ്റ്റേറ്റ് മദർ ടങ് നമ്മൾ എന്തായിട്ടാ കൊടുത്തത്? സ്ട്രിംഗ് ആയിട്ടാ കൊടുത്തത്. ഫ്രീ ടെക്സ്റ്റ് അല്ലേ? ഫ്രീ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ഡൗൺ അവിടെ ഇല്ല. ഇതുവരെ ഡ്രോപ്പ് ഡൗൺ ഇല്ല. അപ്പൊ ഡ്രോപ്പ് ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പിക്ക് ലിസ്റ്റ് സെന്ററിൽ പോകണം. പിക്ക് ലിസ്റ്റ് സെന്ററിൽ പോവുക. പിക്ക് ലിസ്റ്റ് സെന്ററിൽ പോയതിനു ശേഷം ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം. പിക്ക് ലിസ്റ്റ് സെന്ററിൽ വന്നിട്ട് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് പിക്ക് ലിസ്റ്റ് ആണ് പ്ലസ് ഐക്കൺ. കോഡ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇപ്പം സുരാഗ് _ സ്റ്റേറ്റ് എന്നാണ്. കോഡ് കൊടുക്കുമ്പം എവിടെയാണെങ്കിലും ശരി സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ ഇടണം, ഇല്ലെങ്കിൽ സ്പേസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഞാനിത് സ്പേസ് കൊടുത്തു, അപ്പൊ അണ്ടർസ്കോർ കൊടുത്തു. പേര് നമുക്ക് സ്പേസ് ഓഫ് കോഴ്സ്, ലേബൽ അല്ലേ, കുഴപ്പമില്ല. എഫക്റ്റീവ് സ്റ്റാർട്ട് ഡേറ്റ്. കമ്പനി നിങ്ങളോട് ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റ് സെലക്ട് ചെയ്യാം. കമ്പനി ഡേറ്റ് പറയുന്നില്ലെങ്കിൽ സക്സസ് ഫാക്ടേഴ്സിൽ സ്റ്റാൻഡേർഡ് എഫക്റ്റീവ് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 01/01/1900 എന്നാണ്. 1st of January 1900. അതായത് കമ്പനി നിങ്ങളുടെ ഒരു സ്റ്റാർട്ട് ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് കൊടുക്കുന്നില്ലെങ്കിൽ 01/01/1900 എന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് സക്സസ് ഫാക്ടേഴ്സിന്റെ സ്റ്റാൻഡേർഡ് എഫക്റ്റീവ് സ്റ്റാർട്ട് ഡേറ്റ്. ഓക്കെ ആണോ? ഡിസ്പ്ലേ ഓർഡർ ആൽഫബറ്റിക് ഉണ്ട്, ന്യൂമറിക് ഉണ്ട്, കസ്റ്റം ഉണ്ട്. ആൽഫബറ്റിക് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് മാത്രമുള്ള ഒരു ഡിസ്പ്ലേ. ന്യൂമറിക് ആകുമ്പം നമ്പർ മാത്രം. കസ്റ്റം ആവുമ്പം ആൽഫ ന്യൂമറിക്ക് മാത്രമല്ല, അവിടെ നമുക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ആൽഫ, ബീറ്റ അല്ലെങ്കിൽ ആൽഫ, ബ്രാവോ, ചാർലി, ഡെൽറ്റ, ഇത് ഞാൻ ആൽഫബറ്റിക്കിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചാർലി ആദ്യം വരാം, ബ്രാവോ ആദ്യം വരാം, ചിലപ്പോൾ ഡെൽറ്റ ആയിരിക്കും ആദ്യം വരുന്നത്, ആൽഫ ഇടയ്ക്കായിരിക്കും വരുന്നത്. ഇനി നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഞാൻ 3, 3, 4, 5, 6
2 3 3 4 5 6 4 4 5 5 6 എന്ന് കൊടുക്കുമ്പം എനിക്ക് വേണമെങ്കിൽ 2 എന്നുള്ള ഡിജിറ്റ് ആദ്യവും 3 2 4 4 വേണമെങ്കിൽ എനിക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാം. പക്ഷെ ന്യൂമറിക്കലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് വരത്തില്ല. Okay. പക്ഷെ ഞാൻ കസ്റ്റം ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ആൽഫബറ്റിക്ക് മാത്രമാണെങ്കിലും കൊടുക്കാം, ന്യൂമറിക്ക് മാത്രം കൊടുക്കാം, ആൽഫ ന്യൂമറിക്കും കൊടുക്കാം. എന്നാൽ ഇപ്പൊ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ, കസ്റ്റമിൽ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ സോർട്ട് ഓർഡർ വാല്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എനിക്കിവിടെ 1 2 3 4 എന്ന് കൊടുത്താൽ ഇങ്ങനെ തന്നെ വരും. ആൽഫബറ്റിക്കൽ ന്യൂമറിക്കൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി സോർട്ട് ഓർഡർ വാല്യൂ എന്നൊരു ഫീൽഡ് വരും. ഇവിടെ അത് കാണത്തില്ല. ഇവിടെ എത്ര ക്രിയേറ്റ് ചെയ്താലും തലകുത്തനെ എങ്ങനെ വേണോ വരാം. കസ്റ്റം ആവുമ്പോഴേക്കും സോർട്ട് കൊടുത്താൽ മതി. അപ്പൊ കസ്റ്റം ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി. കസ്റ്റം കൊടുക്കുന്നു, സേവ്. സോ പിക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ഇനി വാല്യൂ, സ്റ്റേറ്റിന്റെ കുറച്ച് വാല്യൂസ് കൊണ്ടുവരാം. ഇവിടെയാണ് ആഡ് ന്യൂ വാല്യൂ. ഈ വാല്യൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ ആസാം AS എന്ന് മാത്രം ഇടുന്നു. ആസാം സോർട്ട് ഓർഡർ വാല്യൂ ഉണ്ടോ? അവിടെ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. ക്രിയേറ്റ്. അടുത്തത് MH മഹാരാഷ്ട്ര 2 അല്ലെങ്കിൽ ഇത് 3. Okay. 3 കൊടുത്തു. ഇനി അടുത്തത് KL കേരള, അത് ഞാൻ 2 എന്ന് കൊടുത്തു. ഒന്നുണ്ടോ കറക്റ്റായിട്ട്? കേരള. ഇനി TN തമിഴ്നാടു. ഈ സ്റ്റാറ്റസ് നിങ്ങൾ ആക്റ്റീവ് ഇനാക്റ്റീവ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഓട്ടോമാറ്റിക്കലി വന്നോളൂ. നാല് വാല്യൂസ് കൊടുത്തു. ഒരു പിക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ഇതാണ് പിക്ക് ലിസ്റ്റ്, ഇത് പിക്ക് ലിസ്റ്റ് വാല്യൂ. ഞാൻ നേരത്തെ പിക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെഗസി പിക്ക് ലിസ്റ്റ് എം ടി ആക്കി ഇട്ടിരുന്നത്. പക്ഷെ കണ്ട ഓട്ടോമാറ്റിക്കലി സുരാഗ് സ്റ്റേറ്റ് ഇതേ കോഡ് തന്നെ വന്നത് എം ടി ആയിരുന്നു. ഞാൻ ക്ലാസ്സിൽ പണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞ ലെഗസി എന്ന് പറയുന്ന എന്തൊരു വേർഡ് കണ്ടാലും ഇഗ്നോർ ചെയ്തോളാൻ. കാരണം അത് പഴയ സിസ്റ്റത്തിന്റെയാണ്, ഈ സിസ്റ്റമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ഈ ഫീൽഡ് അവർ കളയാത്തത് ഒരുപാട് കമ്പനി ഈ ലെഗസി പിക്ക് ലിസ്റ്റ് ഐഡിയിൽ ഇങ്ങനെ അന്നത്തെ വാല്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഈ ഫീൽഡ് മൊത്തത്തോടെ അവർ കളയത്തുള്ളൂ. പക്ഷെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവർ കളയും. അത് വാല്യൂ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുത്ത് കളയും. സോ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഈ കോഡ് കോപ്പി പേസ്റ്റ് ആയിക്കോളും. സോ നമ്മൾ പിക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഇനി സുരാഗ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഫീൽഡ് കോപ്പി ചെയ്യാം. നമ്മുടെ മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പോയി റിഫ്രഷ് ചെയ്യണം. കാരണം പിക്ക് ലിസ്റ്റ് വേറൊരു സ്ക്രീനിലാണ് ഉണ്ടാക്കിയത്. റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്തതിന് ശേഷം നേരെ പേഴ്സണൽ ഇൻഫോയിൽ വരിക. നമ്മുടെ ഫീൽഡ് എവിടെ കിടക്കുന്നു? സുരാഗ് ഇവിടെ, സ്റ്റേറ്റ് ഇവിടെ അല്ലേ? സ്ട്രിങ്ങും ആണ്, ആലോചിക്കണം. ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ഇനി ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഡീറ്റെയിൽസിന്റെ അകത്ത് പോവുക. സി കസ്റ്റം സ്ട്രിംഗ് 21 ലേബിൾ സ്റ്റേറ്റ് ആണ്. ഇവിടെ എനേബിൾ മാൻഡേറ്ററി ഉണ്ട്. ഈ ഡാറ്റ ടൈപ്പ് എന്താ കൊടുത്തിരിക്കുന്നത്? സ്ട്രിംഗ് ആണ്. നമുക്കിതിനെ ഇനി പിക്ക് ലിസ്റ്റ് ആക്കണം. ഇവിടെ എന്തായാലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ടൈപ്പ് ഓഫ് റെഫറൻസ് ഒബ്ജക്റ്റ്, ഇതൊരു ഓവർ റൈഡ് മാനുവൽ ആണ്. അതായത് ഈ ഡാറ്റ ടൈപ്പിനെ ഓവർ റൈഡ് ചെയ്ത് വേറെ ഒരു ഡാറ്റ ടൈപ്പ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ പിക്ക് ലിസ്റ്റ് ഉണ്ട്, കണ്ടോ?
ഇവിടെ പിക്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് സ്ട്രിങ് ആണ് ഇതിന്റെ ഇനിഷ്യൽ ഡാറ്റ ടൈപ്പ് എങ്കിലും ഇത് നമ്മൾ ഓവർ റൈഡ് ചെയ്യാൻ പോവാണ്, പിക്ക് ലിസ്റ്റ് ആക്കാൻ പോവുക. അല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. ഇനി ഏതാ പിക്ക് ലിസ്റ്റ് എന്ന് കൂടെ ഒരു സിസ്റ്റം ചോദിക്കുന്നുണ്ട്. ആ പിക്ക് ലിസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് എസ് എന്ന് ടൈപ്പ് ചെയ്തു സുരാഗിലോട്ട് പോകുമ്പം കണ്ടോ സുരാഗ് സ്റ്റേറ്റ്. ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നത്, ഇല്ലെങ്കിൽ കാണത്തില്ല. സുരാഗ് സ്റ്റേറ്റ് കൊടുത്തു. അപ്പൊ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരുന്നതിനെ പിക്ക് ലിസ്റ്റ് എന്നുള്ള ടൈപ്പ് ഓഫ് റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് ഓവർ റൈഡ് ചെയ്തു. എന്നിട്ട് പിക്ക് ലിസ്റ്റ് വാല്യൂയും കൊടുത്തു. സിമ്പിൾ, ഡൺ, സേവ്. ഒരു കൺഫർമേഷൻ വരും ഡാറ്റ ടൈപ്പ് സ്ട്രിങ് മാറ്റിയിട്ടെന്നുള്ള രീതിയിൽ. ഇനി ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ ഡീറ്റെയിൽസിൽ പോയാൽ പിക്ക് ലിസ്റ്റ് ആയി മാറിയോ? മാറി. ഇനി ഫ്രണ്ട് എൻഡിൽ പോയിട്ട് റിഫ്രഷ് ചെയ്താൽ പേഴ്സണൽ ഇൻഫോർമേഷൻ എഡിറ്റ് 9 സ്റ്റേറ്റ് പിക്ക് ലിസ്റ്റ് ആയോ? കറക്റ്റ് ഓർഡറിലല്ലേ വന്നിരിക്കുന്നത്, നമ്മൾ എങ്ങനെ കൊടുത്തു അതുപോലെ 1 2 3 4. ഇനി മദർ ടങ് കൂടെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. മദർ ടങ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. പിക്ക് ലിസ്റ്റിന്റെ പ്ലസ് ഐക്കോൺ, കോഡ് സുരാഗ്. ഞാൻ എം ടി എന്ന് ഇടുന്നുള്ളൂ. ഓക്കെ, എം ടി. സുരാഗ് എം ടി. എഫക്റ്റീവ് ഡേറ്റ് 01/01/1900. ഇങ്ങനെ എഴുതിയാൽ മതി, സ്ലാഷ് ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്തോളൂ. ഓർഡർ വേണ്ട വേണ്ട വേണ്ട. നെയിമിന്റെ അവിടെ ലേബലിന്റെ അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കോഡിലാണ് എപ്പോഴും വരേണ്ടത്. കസ്റ്റം. ഇവിടെ കണ്ടോ ലെഗസി പിക്ക് ലിസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, ആഡ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ലെഗസി പിക്ക് ലിസ്റ്റിന് എന്ത് കോഡാണോ കൊടുത്തത് ആ കോഡ് അവിടെ ക്യാപ്ചർ ചെയ്യും. ഉണ്ടോ? കൊടുത്ത കോഡ് സുരാഗ് _MT അതിവിടെ ക്യാപ്ചർ ആയില്ലേ? ഇനി നമുക്ക് പിക്ക് ലിസ്റ്റ് വാല്യൂസ് കൊടുക്കാം. ഇവിടെ AS ആസാമീസ് വാല്യൂ സോർട്ട് ഓർഡർ വാല്യൂ 1. അത് കഴിഞ്ഞ് ഇവിടെ മലയാളം, ഹിന്ദി. അപ്പം ABCDEFGHIJKLM. ഓക്കെ, അപ്പം ഹിന്ദിയാണ് ആദ്യം വരേണ്ടത്. രണ്ടാമത്തെ ഹിന്ദിയാണ് വരേണ്ടത്. ഹിന്ദി അല്ല, മറാഠിയാണ്. ഞാൻ ഹിന്ദി തെറ്റുന്നേ ഉള്ളൂ. 2. അടുത്തത് MMT. ക്രിയേറ്റ്. അടുത്തത് ML മലയാളം. ക്രിയേറ്റ്. ക്രിയേറ്റ് വേണ്ട, സോർട്ട് ഓർഡർ കൊടുക്കണം. കണ്ടോ, സോർട്ട് ഓർഡർ കൊടുക്കണം. 3. ഇനിയുള്ളത് മലയാളം, പിന്നെ തമിഴ്. TL തമിഴ്. ഇത് 4. നാല് വാല്യൂ വന്നല്ലോ. സെയിം കോഡ് സെലക്ട്, കോഡ് ഓർത്ത് വയ്ക്കുക, സുരാഗ് _MT. മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പോയി റിഫ്രഷ് ചെയ്യുക. പേഴ്സണൽ ഇൻഫോർമേഷനിലാണ് മദർ ടങ് ഇവിടെ കിടക്കുന്നത്. മേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ഡീറ്റെയിൽസിൽ പോവുക. ഇവിടെ സ്ട്രിങ് ആണ്, ടൈപ്പ് ഓഫ് റെഫറൻസ് ഒബ്ജക്റ്റ് പിക്ക് ലിസ്റ്റ് ആക്കുക. എന്നിട്ട് പിക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്യുക, S അടിക്കുക, സുരാഗ് MT. ഓക്കെ ആണല്ലോ, ഡൺ. സേവ് കൊടുത്താൽ ഇനി ആ മദർ ടങ്ങിന്റെ ഡാറ്റ ടൈപ്പ് പിക്ക് ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഡീറ്റെയിൽസ് പോയി നോക്കിയാൽ പിക്ക് ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ആയി. ഇത് പീപ്പിൾ പ്രൊഫൈലിൽ പോയി ഇപ്പം റിഫ്രഷ് ചെയ്തിട്ടില്ല, ഫ്രീ ടെക്സ്റ്റ് ആണ്. റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ എഡിറ്റ് 9. മദർ ടങ്.
ആസാമി, ഹിന്ദി, മലയാളം, തമിഴ്. ഓക്കെ, സോ പിക്ക് ലിസ്റ്റ് എങ്ങനെ ഡ്രോപ്പ് ഡൗൺ എന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. ഇത് പക്ഷെ നോർമൽ പിക്ക് ലിസ്റ്റ് ആണ്. ഇത് ഓ. ആർക്കും ചെയ്യാനായിട്ട് അറിയാമെന്നുള്ള കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് വാട്ട് ഈസ് കാസ്കേഡിംഗ് പിക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കാസ്കേഡിംഗ് പിക്ക് ലിസ്റ്റ് എന്ന് What's the പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചൈൽഡ് പിക്ക് ലിസ്റ്റ്. ഇത്ര നേരം ചെയ്തപ്പോൾ ഒരു പാരന്റ് പിക്ക് ലിസ്റ്റ് കണ്ടില്ലായിരുന്നോ ഒരു ഫീൽഡ്? നമ്മൾ ലെഗസി പിക്ക് ലിസ്റ്റിന് തൊട്ട് മുകളിൽ ഒരു പാരന്റ് പിക്ക് ലിസ്റ്റ് ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. ഒരു പാരന്റും ചൈൽഡും പിക്ക് ലിസ്റ്റും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ബന്ധം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കാസ്കേഡിംഗ് പിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇവിടെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല. പാരന്റ് എന്ന് പറയുന്ന വേർഡ് മാത്രമേ ഉള്ളൂ. കമ്പനി പറയാണ് സ്റ്റേറ്റ് ആസാം എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ മദർ ടങ്ങിൽ ആസാമീസ് മാത്രമേ വരാൻ പാടുള്ളൂ, വേറൊന്നും കാണാൻ പാടില്ല. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്താൽ ഇവിടെ മലയാളം മാത്രമേ കാണാൻ പാടുള്ളൂ, വേറൊന്നും കാണാൻ പാടില്ല. അപ്പൊ ഇതിൽ ഏത് ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ മദർ ടങ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റേറ്റ് മദർ ടങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. യെസ്. അപ്പം ഇതിൽ ആരായിരിക്കും പാരന്റ്, ആരായിരിക്കും ചൈൽഡ്? സ്റ്റേറ്റ് പാരന്റും മദർ ടങ് ചൈൽഡുമാണ്. ചൈൽഡുമാണ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് പാരന്റും മദർ ടങ് ചൈൽഡുമാണ്. ഈ ഒരു കോൺഫിഗറേഷനിൽ സ്റ്റേറ്റിന് ഒന്നും സ്റ്റേറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ചൈൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ രണ്ട് പിക്ക് ലിസ്റ്റ് ഉണ്ട്, ഒന്ന് സുരാഗ് സ്റ്റേറ്റ്, ഒന്ന് സുരാഗ് മദർ ടങ്. ഇവിടെ പാരന്റ് പിക്ക് ലിസ്റ്റ് ഒന്ന് കണ്ടോ, ഒരു ഫീൽഡ് ഇവിടെ ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും ചൈൽഡ് ഉണ്ടോ? ഇല്ല. ഞാൻ ഈ സുരാഗ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ പിക്ക് ലിസ്റ്റിനെ കോഡ് കോപ്പി ചെയ്ത് മദർ ടങ്ങിനെ ഇവിടെ എഡിറ്റ് ചെയ്ത് ഈ പാരന്റ് പിക്ക് ലിസ്റ്റിൽ കൊണ്ടുവരും. സേവ്. സ്വാഭാവികമായിട്ടും പാരന്റ് പിക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ ഒരു പിക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഏറ്റെടുക്കുന്ന പിക്ക് ലിസ്റ്റ് ചൈൽഡ് ആയിട്ട് മാറും, അല്ലയോ? ഇവിടെ നോക്കിയേ, ഇവിടെ പാരന്റ് പിക്ക് ലിസ്റ്റ് ഇല്ലാത്തതുള്ളതുകൊണ്ട് സുരാഗ് സ്റ്റേറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ പിക്ക് ലിസ്റ്റ്. ബട്ട് ഹിയർ സുരാഗ് സ്റ്റേറ്റ് ഇസ് ദ പാരന്റ് പിക്ക് ലിസ്റ്റ്, സോ ദാറ്റ് സുരാഗ് എംപ്റ്റി ഇസ് ദ ചൈൽഡ് പിക്ക് ലിസ്റ്റ്. ഓട്ടോമാറ്റിക്കലി മാറുകയല്ലേ? നമ്മുടെ അച്ഛൻ ആരാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മക്കളാവല്ലേ? സിമ്പിൾ. അതുപോലെ അപ്പൊ പാരന്റ് പിക്ക് ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇനി പിക്ക് ലിസ്റ്റേ കൊടുത്തിട്ടുള്ളൂ, ഇനി വാല്യൂകൾ തമ്മിൽ ഒരു ബന്ധം തീരുമാനിക്കണം. ഇവിടെ ഇപ്പൊ പാരന്റും ചൈൽഡും തമ്മിൽ ഒരു ബന്ധം നമ്മൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തുള്ളതുകൊണ്ട് ഇനി ആസാമീസിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാരന്റ് പിക്ക് ലിസ്റ്റ് വാല്യൂ ഏതാന്ന് ചോദിക്കും. ആസാമി ഏത് പാരന്റ് പിക്ക് ലിസ്റ്റ് വാല്യൂക്കാണ് വരേണ്ടത് എന്ന് ചോദിക്കുന്നു. നോർമൽ ആയിട്ടുള്ള സുരാഗ് സ്റ്റേറ്റിൽ എന്ന് പറയുന്ന പിക്ക് ലിസ്റ്റിൽ ഒരു പാരന്റ് പിക്ക് ലിസ്റ്റ് ഒന്നും ഇല്ലാത്തുള്ളതുകൊണ്ട് അവിടെ ഞാൻ ആസാമിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പാരന്റ് ചോദിക്കുന്നില്ല. കാരണം ഈ സുരാഗ് അത് ആർക്കും ചൈൽഡ് അല്ലല്ലോ, അത് ഓൾറെഡി പാരന്റ് ആണ്. അപ്പം ഇവിടെ ഞാൻ ആസാമിക്ക് ഞാൻ ഈ കോളം സെലക്ട് ചെയ്ത് ആസാം എന്ന് കൊടുക്കുന്നു. സേവ്. ഇവിടെ ഞാൻ ഹിന്ദിക്ക് ഇവിടെ മഹാരാഷ്ട്ര എന്ന് കൊടുക്കുന്നു. സേവ്. ഇന്ന് കുറച്ച് ലെങ്തി ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ സിപ്പ് ഫയൽ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ റെക്കോർഡിങ്. മലയാളം അല്ലല്ല, സിപ്പ് ഫയൽ ആയിട്ടാ വരും, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. മലയാളത്തിന് കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ വാല്യൂസ് അവിടെ വരുന്നുണ്ട്. ഈ പിക്ക് ലിസ്റ്റ് പാരന്റ് പിക്ക് ലിസ്റ്റ് വാല്യൂ ഏതാന്ന് കറക്റ്റായി വരുന്നുണ്ട്. തമിഴ്നാടും ഉണ്ട്. ഞാൻ പറഞ്ഞു പാരന്റ് പിക്ക് ലിസ്റ്റിനകത്ത് പോയിട്ട് നമ്മൾ ഒന്നും ചെയ്യില്ല, അത് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ പാരന്റ് പിക്ക് ലിസ്റ്റും ഇല്ല, ഒന്നുമില്ല.
ചൈൽഡിലാണ് മുഴുവൻ കോൺഫിഗറേഷനും. ചൈൽഡിൽ കൊണ്ട് പാരന്റ് ഇടുന്നു, എന്നിട്ട് ചൈൽഡിലെ ഓരോ വാല്യൂക്കും ഏത് പാരന്റ് വാല്യൂ ആയിട്ട് ബന്ധമെന്ന് സ്ഥാപിക്കും. ആസാമിന് ആസാമി, മഹാരാഷ്ട്രയ്ക്ക് ഹിന്ദി, കേരള മലയാളം, തമിഴ്നാട് തമിഴ്. കാണുന്നുണ്ടോ? നമ്മൾ പിക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഫീൽഡിൽ കൊണ്ടല്ലേ ഇട്ടത്. സ്റ്റേറ്റിന്റെ ഫീൽഡ് വിട്ടു, സ്റ്റേറ്റിന്റെ പിക്ക് ലിസ്റ്റ് സ്റ്റേറ്റിൽ വിട്ടു, മദർ ടങ്ങിൽ വിട്ടു. ഓർമ്മയല്ലേ? ആ, അപ്പോൾ പാരന്റ് പിക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്, ചൈൽഡ് റിലേഷൻഷിപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾ ഇവിടെ ഫീൽഡിനോടും പറയണം. ഫീൽഡിനും അത് മനസ്സിലാക്കി കൊടുക്കണം. ഫീൽഡിന്റെ കേസിലും നമ്മൾ പാരന്റ് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റിന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, മദർ ടങ്ങിന്റെ അടുത്ത് മാത്രം പോയാൽ മതി. പക്ഷെ സ്റ്റേറ്റിന്റെ ID ഒന്ന് ഓർത്ത് വെക്കണം, കസ്റ്റം സ്ട്രിംഗ് 21. പാരന്റ് ആകാൻ പോകുന്ന ഫീൽഡിന്റെ ID ഓർത്ത് വെക്കണം. മദർ ടങ്ങിന്റെ ഡീറ്റെയിൽസിൽ പോവാം. ഇവിടെ ചോദിക്കുന്നുണ്ടോ പാരന്റ് ഫീൽഡ് ഫോർ പിക്ക് ലിസ്റ്റ്, ഏത് പാരന്റ് ഫീൽഡിലാണ് ഈ പാരന്റ് പിക്ക് ലിസ്റ്റ് ഇരിക്കുന്നത് ചോദിക്കുന്നത്. കസ്റ്റം സ്ട്രിംഗ് 21 അല്ലേ നമ്മുടെ സ്റ്റേറ്റ് ഇരിക്കുന്നത്? കസ്റ്റം സ്ട്രിംഗ് 21. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഇല്ല. ഓക്കെ, കസ്റ്റം സ്ട്രിംഗ് 21 ഡൺ സേവ്. സോ കസ്റ്റം സ്ട്രിംഗ് 21 ആണ് പാരന്റ് പിക്ക് ലിസ്റ്റ് ഫീൽഡ് എന്ന് നമ്മൾ മദർ ടങ്ങിന്റെ അകത്ത് കൊണ്ടിട്ടു. അത്രയേ ഉള്ളൂ. സി, പാരന്റ് ഫീൽഡ് ഫോർ പിക്ക് ലിസ്റ്റ്. ഇനി ഞാൻ പ്രൊഫൈലിൽ പോയി റിഫ്രഷ് ചെയ്താൽ, ചെയ്തിട്ട് ഞാൻ പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോയി ഒരു ഇന്നത്തെ ഡേറ്റ് കൊടുത്ത്, എന്നത്തെ ഡേറ്റ് വേണം കൊടുക്കാം. ഇപ്പൊ ഇനി മദർ ടങ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ലോക്കായി, കൺട്രോൾഡ് ആയി. അത് ഗ്രേഡ് ഔട്ട് ആണല്ലേ? ആ, ഇനി കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഓക്കേ, മലയാളം മാത്രമേ ഉള്ളൂ. ഇനി ആസാം സെലക്ട് ചെയ്താൽ ആസാമീസ് മാത്രമേ ഉള്ളൂ. തമിഴ്നാട് സെലക്ട് ചെയ്താൽ തമിഴ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ സെലക്ട് ചെയ്യാനും പറ്റില്ല. സോ അപ്പോൾ ഒരു ഫീൽഡ് വേറെ ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നില്ലേ? അതെ. സെയിം വേ ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്, ഇപ്പൊ സ്റ്റേറ്റ് വേണമെങ്കിൽ മദർ ടങ്ങിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ലേ? പറ്റും, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതിപ്പോ ഇവിടെ വാല്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതി. മദർ ടങ്ങിൽ കുറച്ച് വാല്യൂസ് ആഡ് ചെയ്താൽ മാത്രം മതി. വാല്യൂസ് ഇപ്പം ഫോർ എക്സാമ്പിൾ മറാഠി, M അല്ലേ, സോർട്ട് ഓർഡർ വാല്യൂ 5 എന്ന് കൊടുക്കാം. പാരന്റ് പിക്ക് ലിസ്റ്റ് മഹാരാഷ്ട്ര എന്ന് കൊടുക്കാം. ക്രിയേറ്റ്. റിഫ്രഷ് ചെയ്യണേ, കാരണം റിഫ്രഷ് ചെയ്താലേ വരത്തും. പേഴ്സണൽ ഇൻഫോർമേഷൻ, എഡിറ്റ് 9/8 ഫേവറേറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഈ മഹാരാഷ്ട്ര സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വാല്യൂ ഒന്നല്ലേ? കാണുന്നുണ്ടോ? കണ്ടു. 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ വന്ന സിസ്റ്റത്തിന്റെ അകത്ത് ഈ പിക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഫീൽഡിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നോ നാളെ നമ്മൾ റെഡി ആവത്തുള്ളൂ, അപ്പോഴേ ഒന്നും ആവത്തുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് നാവിഗേറ്റ് ചെയ്ത് നോക്കുക. ആ എറർ അവിടെ നിൽക്കുന്നുള്ളൂ, ആ എറർ 2 ദിവസത്തിനകത്ത് മാറും. ഇല്ലെങ്കിൽ ഞാൻ വേറെ സിസ്റ്റം എടുത്തു തരാം. ഓക്കെ, താങ്ക് യു സർ. സീ യു ഓൺ മൺഡേ. ഓക്കെ.